എന്നെ പോഷിപ്പിക്കാം പദ്യവചനമാം ക്ഷീരത്താൽ എന്നെ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ചു നിർമ്മല തോയം നിത്യം കുടിപ്പിച്ചു പച്ചപ്പുൽശയിൽ കിടത്തിടുന്നു നീ പച്ചപ്പുൽശയിൽ കിടത്തിടുന്നു നീ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ ഇത്ര സ്നേഹം ഉയർകൊടുത്തെനിക്കായി ഇത്ര സ്നേഹം ഉയർകൊടുത്തെനിക്കായി മന്നവർണ്ണിപ്പാനെഴുതല്ല മന്നവർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി ആമീൻ സിസ്റ്റർ ബിനുവിനെ ഓർത്ത കർത്താവിന്റെ മഹത്വം കരയറ്റുന്നു. ഇന്ന് വൈകിവേളയിലാണ് ഞങ്ങൾക്ക് വിളിച്ച് പരിചയപ്പെടുവാനുള്ള സാവകാശം ഉണ്ടായത്. സ്തോത്രം. താനിപ്പോ കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പാർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രവീൺ പാസ്റ്ററുടെ വൈഫാണ്. സ്തോത്രം. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ തമ്മിൽ കണ്ടു കാണും. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ ആമേൻ ഇന്ന് ആത്മനിയോഗത്തോടെ നമ്മുടെ നടുവിൽ ചെയ്യും. പ്രിയ സാബുകളാണ് പ്രിയ സിസ്റ്ററെ പരിചയപ്പെടുത്തി തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തങ്കശ്ശേരിയില് ഞാൻ 95-96 കാലഘട്ടങ്ങളിൽ അവിടെ പാർത്ത് അവിടെ വേല ചെയ്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബിഷപ്പ് ഹൗസിലെ തൊട്ടടുത്ത വീട് അഞ്ചോ അലൻ സെന്റ് ജോൺസ് ബംഗ്ലാവിലായിരുന്നു അന്നത്തെ ആരാധന നടന്നത്. 1 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. മെയിൻ പാസ്റ്ററായിട്ടല്ല, അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുത്തെ പടിഞ്ഞാറേക്കടലിലെ കാറ്റും എല്ലാം വളരെ ശക്തമാണ്. അവിടെ നിന്ന് കാറ്റ് കൊള്ളാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തങ്കശ്ശേരിയിലെ പ്രവർത്തനങ്ങളെ ഒക്കെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസി ഞാൻ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ആത്മാവിന്റെ നിയോഗത്തിൽ ശുശ്രൂഷിക്കാം. പ്രാർത്ഥനയോട് എല്ലാവർക്കും ആയിരിക്കാം. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷം ഞാൻ പറഞ്ഞു കേൾക്കാത്തവർക്ക് വേണ്ടി ഈ ആഴ്ച ഞാൻ ഫാസ്റ്റിങ്ങിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങളും സഭാപരമായിട്ടുള്ള ചില ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദൈവമക്കളും വിട്ടുപോകാതെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഓർപ്പിക്കണം. കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കണം. സ്തോത്രം. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം എന്നെ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിൻദാസൻ ജോസ് പാസ്റ്റർ കുടുംബം, എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാവുച്ചാനും മേരിക്കുട്ടി ആന്റി. എനിക്ക് തോന്നുന്നു ഈ 3 മുഖങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് പരിചയമായിട്ട് ഞാൻ കണ്ടുള്ളൂ. എല്ലാതെ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇത് 10 മണി സമയമാണ്. ഈ ഒരു സമയത്ത് ദൈവശബ്ദം കേൾക്കാനായിട്ട് എനിക്കറിയാം. മറ്റുള്ള മനുഷ്യരെല്ലാം ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ വാസ്തവമായും ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന ആഗ്രഹമുള്ളവർ മാത്രമാണ് ഈ ഒരു സമയത്ത് ഒരുക്കത്തോടു കൂടി ദൈവം മുൻപാകെ ആയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവിന്റെ മുഖത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, തൊടുമാറാകട്ടെ.
ഇന്ന് രാത്രി ദൈവശബ്ദം മാത്രം നമുക്ക് ശ്രവിക്കുവാനായി നമുക്ക് ആത്മഭാരത്തോടുകൂടി ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. മാനസികമായിട്ട് നമുക്ക് പരസ്പരം അറിയത്തില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുൻപിലാണ്, ദൈവത്തിന്റെ മുൻപാകെയാണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ തൊടേണ്ടതിന് പ്രാരംഭത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് രാത്രി കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനായി അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവെ അങ്ങയുടെ ദാസനെയും കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വിവിധ രാജ്യങ്ങളിൽ പിതാവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ സമയം കണ്ടെത്തിയിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെ പേരുപേരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഇന്ന് രാത്രി അവർ തിരിച്ചറിയേണ്ടതിന് കർത്താവെ അങ്ങയുടെ വചനം കർത്താവെ അവരുടെ ഹൃദയത്തിൽ ദൈവമേ സ്തോത്രം കർത്താവെ അത് റേമയായി വെളിപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കർത്താവെ അവരുടെ ഏത് ആവശ്യത്തിന്റെ മധ്യത്തിൽ അവരായിരിക്കുന്നു അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിത്തെ മീറ്റിംഗ് കർത്താവെ ചിലതിനെ കർത്താവെ സ്തോത്രം കർത്താവെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാക്കി മാറ്റുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടണമേ. മനുഷ്യന്റെ ശബ്ദമല്ല കർത്താവെ, എന്റെ പിതാവിന്റെ ശബ്ദം തന്നെ ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങ് തന്നെ നിയന്ത്രിക്കണം, അങ്ങ് തന്നെ ഇവിടെ സംസാരിക്കുമാറാകണം. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി എന്നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എന്റെ പേര് വിനു പ്രവീൺ എന്നാണ്. എനിക്ക് കർത്താവിന്റെ ദാസ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒരു പരിചയം എനിക്കില്ല. എങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ വളരെ ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠ ദാസനാണെന്ന് എനിക്കറിയാം. രാത്രി തങ്കശ്ശേരിയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ കേട്ടു. ഞങ്ങളും തങ്കശ്ശേരിയിലാണ്. അവിടെ ആ ഒരു പ്രാരംഭ കാലഘട്ടത്തിലുള്ള ഒരു വിശ്വാസിയാണ് പാസ്റ്റർ പ്രവീൺ പാസ്റ്ററും കുടുംബമൊക്കെ തന്നെ. എന്റെ വീട് കോട്ടയത്താണ്, പക്ഷെ ഞാൻ അവിടെ വന്ന് അങ്ങനെ എനിക്ക് പാസ്റ്റർ റോഹിനറാണ് അസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിരുന്ന ആ പാസ്റ്ററിനെ എനിക്ക് വളരെ ചെറുപ്പക്കാലം തൊട്ട് അറിയാം. 95 എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വളരെ ചെറിയൊരു പ്രായമാണ്. അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ അവിടെ എനിക്ക് അതിനെ കുറിച്ച് വളരെ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ദേശത്ത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരു ഉണർവ് നടന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ ഒത്തിരി ഡ്രൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് ആ ഒരു സ്ഥലത്ത് നിന്ന് ഞാനിപ്പോ അവിടെ അല്ല, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ് ആയിരിക്കുന്നത്. എന്റെ മകന്റെ പഠനത്തോടനുബന്ധിച്ച് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് താമസം മാറേണ്ട ഒരു ആവശ്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അതിനുശേഷം സദനശ്യ ബൈബിൾ കോളേജിൽ നിന്ന് ഞാൻ MD ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ കർത്താവ് എന്നെ ശരിക്കും ഒത്തിരി ദൈവത്തിന് വേണ്ടിയിട്ട് കർത്താവ് മോൾഡ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ അവിടെ സ്റ്റുഡന്റ് ബോഡി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവിടുന്ന് ബെസ്റ്റ് ക്യാമ്പസ് ലൈഫ് അവാർഡ് വാങ്ങിച്ചു. സദനശ്യ ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം 2 വർഷം ബാംഗ്ലൂർ ICPFന്റെ സ്റ്റാഫ് വർക്കർ ആയിരുന്നു. പിന്നീട് കർത്താവിന്റെ ദാസനായിട്ട് അനന്തരമാണ് ഞാൻ കേരളത്തിലേക്ക് വന്ന് കൊല്ലത്ത് ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മകനാണുള്ളത്. ഗോഡ്സൺ എന്നാണ് പേര്. കുഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രിയരെ, ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഒരു പക്ഷെ അത് ദർശനത്തിൽ കൂടി ആയിരിക്കാം, സ്വപ്നത്തിൽ കൂടി ആയിരിക്കാം, പ്രവചന ശബ്ദമായിട്ടായിരിക്കാം. എനിക്കറിയാം കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ജീവിതം ഇറങ്ങി തിരിച്ച കാലം തൊട്ട് ഇന്ന് വരെ ഒരു വാഗ്ദത്തം പോലും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ദർശനം പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല, ദൈവശബ്ദം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് ഉവ്വ് എന്ന ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുവാൻ നാം തയ്യാറാകണം. രാത്രികാലത്ത് അല്പസമയത്ത് ചിന്തിക്കാൻ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം അതിന്റെ 37-ാമത്തെ അധ്യായം 19-20 വാക്യം. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി 37:19-20. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. ആമേൻ. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ സുപരിചിതമായ വചനങ്ങളാണ്. നാം ഒത്തിരി ഇതിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് എന്താണ് എന്നോട് സംസാരിക്കുവാനുള്ളത്? ഈ ഒരു വേദഭാഗത്തിന് കർത്താവേ എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? ഇന്ന് രാത്രി എന്നോട് ആലോചന മറച്ചു വെക്കരുതേ. ആ ഒരു പ്രാർത്ഥനയോടെ
ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ദർശനത്തിന്റെ പൂർത്തീകരണം, പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ അതിന്റെ മധ്യത്തിൽ കടന്നു വന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മെ വിളിച്ചിറക്കിയെങ്കിൽ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പ വഴിയിലല്ല ദൈവം അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ഭക്തന്റെ കാര്യങ്ങൾ കർത്താവ് വേഗത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മാറ്റിയിട്ടില്ല. ഇസ്രായേലിന് വേണ്ടി ചെങ്കടൽ വിഭാഗിച്ചത് ഒറ്റ രാത്രി കൊണ്ട്. അതുപോലെയുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഒരു ഭക്തനെ മോൾഡ് ചെയ്യുന്നത്, അവനെ അത് അഭ്യസിപ്പിച്ച് പരിശീലിപ്പിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതികൾ അത് നമ്മളുടെ ആ ഒരു ആലോചന പ്രകാരം ആയിരിക്കത്തില്ല. രാത്രികാല ഹൃദയഭാരത്തോടുകൂടി വളരെയധികം ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ കേട്ടു ഇന്ന് വരെയും അതിന്റെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാതെ ജീവിതത്തിൽ പ്രതികൂലമായ കാറ്റുകൾ മാത്രമാ ചുടവന ഹതരഘടക ശാന്തനാദിയാരവശ്വസ്യാര അങ്ങനെ ഒന്നു മാറി കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കരെ എത്തുന്നുവെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ, തകർന്നു പോകുന്നതായ വിഷയങ്ങൾ കൂടെ 2 വർഷമായി എല്ലാം കരത്തിലുണ്ട്. പക്ഷെ അതിന്റെ സന്തോഷം അനുഭവിപ്പാൻ കഴിയാത്ത വിധത്തിൽ, വാഗ്ദത്തം വലുതാ പക്ഷെ അത് പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയഭാരത്തോടുകൂടി എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ട് പ്രിയ ദൈവമേ, രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറുവെന്ന സമയമായി. പരിഹസിച്ചവരുടെ മധ്യത്തിൽ തന്നെ തോടുപൊട്ടി പുറത്തു വരുന്നത് പോലെ ഇന്ന് നീ കടന്നു പോകുന്ന രൂപമില്ലാത്ത അവസ്ഥയ്ക്ക് വേഗത്തിൽ മാറ്റം വരും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ കാണും. യാക്കോബ് യോസേഫിന്റെ നന്മ കണ്ട് സന്തോഷിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ നിലവിളിയുടെ ശബ്ദത്തിനുള്ള മറുപടി നിന്റെ ആരോഗ്യവും ഓർമ്മയും ഉള്ള കാലത്ത് തന്നെ നീ അത് കണ്ട് സന്തോഷിക്കുമെന്ന് ഇന്ന് പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കി ആലോചന കൈമാറുന്നു. ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒത്തിരി പ്രതീക്ഷിക്കും. പക്ഷെ ആ കർത്താവിന്റെ സമയമെന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തിലല്ല. ഈ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമാണ്. നമുക്കറിയാം അവിടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് യോസേഫിനെ കുറിച്ചാണ്. യോസേഫിന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാ. അപ്പന്റെ പ്രിയപുത്രൻ. ഒരിക്കലും യോസേഫ് ആ അപ്പന്റെ വാർദ്ധക്യത്തിലുള്ള അവസാന മകനല്ല, ആ വീട്ടിലെ ഇളയ മകനല്ല. പക്ഷെ യോസേഫിനെ ആ യാക്കോബ് അധികമായി സ്നേഹിച്ചു. തന്റെ പ്രിയ ഭാര്യയായ റാഹേലിന്റെ ആദ്യത്തെ മകന ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മീനിങ് ആണ് യോസേഫ് എന്ന വാക്കിനുള്ളത്. യോസേഫിന്റെ ജീവിതത്തിലെ 30-ാം അധ്യായത്തിൽ തന്റെ ജനനത്തിന് ശേഷം 35-ാം അധ്യായത്തിൽ യാക്കോബ് സ്വദേശത്തേക്ക് പുറപ്പെടുമ്പോൾ ഒറ്റ വാക്ക് മാത്രമാണ് യോസേഫിനെ കുറിച്ച് പറയുന്നത്. പിന്നീട് 37-ാമത്തെ അധ്യായം വരുമ്പോൾ 17 വയസ്സുള്ള ഒരു യൗവനക്കാരനായിട്ട് യോസേഫിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. യാക്കോബിന്റെ മറ്റു 12 മക്കളിൽ നിന്നോ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്ന വാഗ്ദത്ത സ്വപ്നം ദൈവം കൊടുത്തത് ആ യോസേഫിന്. ഒരിക്കലും ഒരു ഭവനത്തിൽ മൂത്ത, പഴയ നിയമകാലം അനുസരിച്ച് ഒരു മൂത്ത മകനാണ് ജ്യേഷ്ഠാവകാശം, അതിന്റെ പ്രകാരമുള്ള വിശേഷ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നത്. എന്നാൽ യാക്കോബ് തന്റെ ഏറ്റവും സ്നേഹിച്ച മകനായ യോസേഫിന് വസ്ത്രം കൊടുത്തു. ഓർക്കണം, ഈ കാര്യങ്ങളെല്ലാം സഹോദരന്മാർക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അവർക്ക് ആ 37-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം യോസേഫ് എല്ലാ മക്കളിൽ നിന്നും അവരെ സ്നേഹിച്ചത് കാരണം ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് അത് നമുക്കെല്ലാം വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ്. യോസേഫ് തന്റെ മക്കളെല്ലാം വെച്ച് യാക്കോബ് യോസേഫിനെ സ്നേഹിച്ചത് കൊണ്ട് അവരവനെ പകച്ചു. ആ സ്വന്തം സഹോദരന്മാർക്ക് രാത്രി വേദഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സൂം പ്ലാറ്റ്ഫോമിലോട് രക്തബന്ധങ്ങളുടെ വാക്കിനാൽ മുറിവേറ്റ് രക്തബന്ധങ്ങൾ ഒറ്റപ്പെടുത്തിയതിനാൽ വേദനയോടെ കാലം കഴിക്കുന്ന ചിലതിന് രാത്രി ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിച്ചത് അവരുടെ മധ്യത്തിൽ തന്നെ ആര് നിന്നെ ഒതുക്കിയോ, ആര് നിനക്ക് വിരോധമായിട്ട് ഗൂഢാലോചന ചെയ്തോ, അതേ സഹോദരന്മാരുടെ മധ്യത്തിൽ തന്നെ നിന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അവർ കണ്ട്
നിന്റെ മേൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ കണ്ട് നിന്നോട് കൂടെ നിന്നെ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ആത്മാവ് ചിലതിനെ നോക്കി ആലോചന കൈമാറുന്നു. പലപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ ദൈവമേ, ആ വാക്ക് എന്നോട് അവർ പറഞ്ഞത് എന്റെ സ്വന്തം സഹോദരനാണല്ലോ, എന്റെ സഹോദരൻ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ചിലതുണ്ട്. ഇന്ന് രാത്രി നീ അത് മറന്നു കളക. നിന്റെ മുറിവിനെ കെട്ടുന്ന ദൈവ യോസേഫിനോട് കൂടെ ഇരുന്നു. യോസേഫിന്റെ മേലുള്ള വാഗ്ദത്തത്തെ പൂർത്തീകരിച്ചതുപോലെ നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ തന്നെ ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുമെന്ന് രാത്രി ആത്മാവ് ചിലതിനെ നോക്കി ആലോചന കൈമാറുന്നു. നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു ദൈവമാ. നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ, നമ്മെ തിരഞ്ഞെടുത്തൊരു ദൈവത്തിന് പ്രിയരെ നമ്മുടെ ഓരോ ചിന്തകളും, നമ്മൾ എന്താണെന്ന്, നമ്മുടെ ബലഹീനതകളും, നമ്മുടെ എല്ലാ സ്ട്രെങ്തും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്. നമുക്ക് എത്രത്തോളം സഹിക്കുവാൻ കഴിയുമെന്ന് ആ ദൈവത്തിന് അറിയാം. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിൽ കൂടി നമ്മളെ കടത്തിവിടത്തില്ല. അപ്പന്റെ പ്രിയ മകനായിരുന്ന യോസേഫ് ആ ഒരു പ്രിയപ്പെട്ട അപ്പന്റെ എല്ലാ കരുതലും അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരുന്നെങ്കിൽ തന്റെ മേൽ ദൈവം വെച്ച വാഗ്ദത്തം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടത്തില്ലായിരുന്നു. ഇന്ന് രാത്രി വിളി കേട്ടിറങ്ങിയിട്ട് തീച്ചൂളയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഭക്തനെ ചിന്തിച്ചു കൊള്ളുക. നിന്റെ മേലുള്ള വിളി വലിയതാ, നിന്റെ മേലുള്ള വിളി വലിയതാ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ജോസ് പാസ്റ്ററോട് പരിശുദ്ധാത്മ ഇപ്രകാരം ആലോചന അറിയിക്കുന്നു. പ്രിയ ദൈവദാസനെ, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ചില മുള്ളിന്റെ അവസ്ഥകളുണ്ട്, നീറുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയി പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും മുക്കിക്കളഞ്ഞു എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ, മനുഷ്യന്റെ കൈത്താങ്ങലുകൾ അസ്തമിച്ചു പോയ കാലഘട്ടം കഴിഞ്ഞുപോയി. അവിടെ എന്റെ ഭക്തനെ ഞാൻ ചേർത്ത് നിർത്തി പണിതത് ഒരു മനുഷ്യന്റെ കരമല്ല, ഒരു മനുഷ്യനല്ല. എന്റെ കരത്തിൽ നിന്നെ ഞാൻ ഭദ്രമായി വഴി നടത്തിയ ദൈവം ഞാനാ. ഒരു ചോദ്യചിഹ്നമായി മാറിയ കാലഘട്ടം കഴിഞ്ഞു പോയി ഭക്തനെ. എന്നാൽ അവിടെയൊക്കെ തകർത്ത് കളയാതെ വണ്ണം ഞാൻ പണിത് പുറത്തു കൊണ്ടുവന്ന ദൈവമെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതികളുണ്ട്. ഇന്ന് രാത്രി നീ എന്റെ മുൻപാകെ വെച്ചിരിക്കുന്ന 4 വിഷയങ്ങളുടെ മറുപടിക്കായിട്ട് നീ കാത്തിരിക്കുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, ഒന്നൊന്നായിട്ട് നിന്റെ കാര്യത്തിൽ ഞാൻ നൽകും. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ 2026 നീ ചിലത് ചെയ്യും, ചിലത് നീ പൂർത്തീകരിക്കും. അതുനികടക ശാന്തന 26 ഭക്തരെ നിന്റെ ജീവിതത്തിൽ നിർണായകമായ വർഷമാ. അതിൽ എഴുതി വെക്കത്തക്ക ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വർഷമാ. ഓരോ മാസം കഴിയുമ്പോഴും ഓരോ സാക്ഷ്യങ്ങൾ പറവാൻ തക്കവണ്ണം ചിലത് നിന്റെ കരത്തിൽ ഞാൻ നൽകും. ശൂന്യമായ പടക തിരിഞ്ഞു നോക്കുമ്പോൾ പലതും കയ്യിൽ വന്നു നഷ്ടമായി പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, വറ്റിപ്പോകാത്ത ഉറവ ഞാൻ നിനക്ക് വേണ്ടി വേഗത്തിൽ തുറക്കാം. കരുതുന്ന ദൈവം ഞാനത്രേ. ചില യാത്രകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കും. ചില നഷ്ടമായി പോയ ചില യാത്രകൾ പറഞ്ഞു അവിടെ പോകുവാൻ കഴിയാതെ വണ്ണം കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 2026 ഒരു മഹത്തായ ഒരു യാത്രയുണ്ട്. ശുശ്രൂഷയ്ക്കുള്ള ഒരു മുന്നേറ്റമാണ്. അടുത്ത ശുശ്രൂഷയുടെ ഘട്ടം ആരംഭിക്കുന്നത്. ഇത്രയും നാളെ നീ ഒളിച്ചിരുന്നത് പോലെ ശുശ്രൂഷ ശോഭിക്കാൻ കഴിയാത്ത വേഗത്തിൽ ഒരു തോട് കൊണ്ട് പൊതിയുന്നത് പോലെ ചില അതിരുകളിട്ട് ദുഷ്ടൻ നിന്നെ മനുഷ്യർ തന്നെ ഒതുക്കി ചില മേഖലകൾ അത് പൊളിഞ്ഞു മാറുവാനുള്ള സമയമായി എന്റെ ഭക്തനെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ആരൊക്കെ മാറ്റി നിർത്തിയോ അവരുടെ മധ്യത്തിൽ തന്നെ എന്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. അലക്സാണ്ടറും റൂഫസും പ്രശസ്തമായതുപോലെ നിന്റെ തലമുറകളുടെ പേരിൽ നീ അറിയപ്പെടും. അവർ നിന്റെ മക്കളെന്ന് അറിയപ്പെടും. ഇന്ന് വരെ നീ മറഞ്ഞിരുന്നുവെങ്കിൽ മറന്നേക്ക് പുറത്തു വരുവാൻ പോകുക.
മറനീക്കി പുറത്തു വരുവാൻ പോവുക. ദാവീദ് ഒരിക്കലും തേടിപ്പോയി യാഗത്തിൽ എന്നെ രാജാവാക്കാൻ പറഞ്ഞില്ല. എന്നാൽ ദാവീദ് വരാതെ ഭക്ഷണം കഴിക്കയില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ വെയിറ്റ് ചെയ്തതുപോലെ നീ വന്നിട്ട് ചില കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മേൽ ചില അധികാരങ്ങൾ ഞാൻ കൈമാറും. നീ അങ്ങോട്ട് തേടി പോകണ്ട, ചിലത് നിന്നെ തേടി വന്ന് നീ ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നിന്നെ സമീപിക്കുന്ന ചില ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന അറിയിക്കുന്നു. ഭക്തനെ 3 വർഷം മുൻപ് നിനക്ക് കാണിച്ചു തന്നൊരു ദർശനമുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ എത്തിക്കും. തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച ദുഷ്ടന്റെ വെല്ലുവിളിയുടെ മുൻപാകെ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില അടിസ്ഥാനമിട്ട് നീ പണിയും. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ലാത്തതുപോലെ നിന്റെ ഭവനം ഉയർന്നിരിക്കുന്നത് നിന്റെ ചാർച്ചക്കാർ കാണും. ഒന്നുമില്ലാതെ ചെറിയൊരു സഞ്ചിയുമായി ഇറങ്ങി തിരിച്ചു. എന്നാൽ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നുവെന്ന് നിനക്ക് പറയുവാൻ ചില സാക്ഷ്യങ്ങളുടെ പട്ടിക ഞാൻ നിന്റെ മേൽ നൽകുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ഇനിയും ചില രാജ്യങ്ങൾ നിന്റെ കാല് കുത്ത്, രാജ്യങ്ങളിൽ ഞാൻ നിന്നെ അയക്കും. നീ അങ്ങോട്ട് പോയിട്ടല്ല, നിന്നെ തേടി വരുമെന്ന് ചില ഫോൺ കോളുകൾ തേടി വന്ന് അപ്രകാരം ചില ക്രമീകരണങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരുക്കുമെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന അറിയിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് പ്രിയമുള്ളവരെ ദൈവം പകുതി വഴിയിൽ വെച്ച് മറക്കത്തില്ല. ദൈവം യോസേഫിന് നൽകിയ ദർശനം എന്ന് പറയുന്നത് ആ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ താൻ വ്യത്യസ്തനായിരുന്നു. കാരണം അപ്പനോട് തനിക്കൊരു വലിയ ബന്ധം, പേഴ്സണലി ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് യോസേഫ് തന്റെ സഹോദരന്മാരെ കുറിച്ച് അദ്വൈശ്രുതി അപ്പനോട് വന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു നുണ പറഞ്ഞ് അപ്പന്റെ ഫേവറേറ്റ് മകനാകാൻ യോസേഫ് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ അപ്പനുമായിട്ടുള്ള അത്ര ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ആ ഒരു അടുപ്പത്തിന്റെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞത് ഓർക്കണം. ഈ സഹോദരന്മാർ 37-ാം അധ്യായത്തിന്റെ പ്രാരംഭം ഓരോ വാക്യങ്ങൾ 8-ാം അധ്യായം 8 വാക്യം 8-ാം വാക്യം 9-ാം വാക്യം ഇതൊക്കെ നാം വായിക്കുമ്പോൾ നമുക്കറിയാം സഹോദരന്മാർ തന്നെ എത്രത്തോളം ദോഷിച്ചു, എത്രത്തോളം പകച്ചു, അവനോട് എത്രത്തോളം അവർക്ക് വിദ്വേഷമുണ്ടായി. ഈ ഒരു വലിയ വിദ്വേഷവും പകയും എല്ലാം ഈ അപ്പനും അറിയാം. അങ്ങനെയുള്ളൊരു അപ്പൻ ആ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഈ 17 വയസ്സുള്ള കുഞ്ഞിനെ വിടുക എന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ വീട്ടിലൊക്കെ അന്നത്തെ കാലത്ത് ഈ യഹൂദന്മാരുടെ ഇടയിൽ 30 വയസ്സാ ഒരു മെച്യൂരിറ്റി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 18 വയസ്സാ വോട്ടവകാശം എന്ന് പറയുന്ന പോലെ ഏകദേശം ഒരു 30 വയസ്സായെങ്കിൽ മാത്രമേ അവർ അടുത്തൊരു കാര്യം അവരുടെ മേൽ ഏൽപ്പിക്കുക, അല്ലെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുക, ആ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു പ്രായമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പഴക്കമുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഈ 17 വയസ്സുള്ള ഒരു പക്ഷെ തന്റെ വീട്ടിൽ ഒത്തിരി ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും യാക്കോബ് താൻ സ്നേഹിച്ച മകനെ തന്നെ വിട്ടത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതികൾ കർത്താവ് നമ്മളെ ഒരുക്കുന്ന വിധമേ അത് വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഓർക്ക് ദൈവമേ ഈ ഞാൻ നിന്നെ സേവിക ഇറങ്ങി തിരിച്ചതിന് ശേഷമാണല്ലോ എനിക്ക് ഇത്രയും പ്രതിസന്ധികൾ വന്നത്, എനിക്ക് ഇത്രയും പ്രതികൂലങ്ങൾ വന്നത്. എന്റെ ദൈവമേ അതിനു മുമ്പ് എനിക്ക് ഒരു കഷ്ടതയില്ലായിരുന്നല്ലോ. ഞാൻ ലോകത്തിൽ ഞാൻ എല്ലാ സമുദായത്തിൽ നിന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഓരോ പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങിയത് എല്ലാം നമ്മൾ പറയും. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവം തന്റെ ഭക്തനെ പണിയുന്നത്, അതായത് ഒറ്റയടിക്ക് ഒരു കാര്യം കർത്താവ് നമ്മുടെ മേൽ ഭരമേൽപ്പിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന് അറിയാം നമ്മൾ എപ്പോഴാണ് പെർഫെക്റ്റ് ആകുന്ന, ആ ദർശനത്തിന്റെ പൂർത്തീകരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തരേണ്ടതെന്ന് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആമേൻ. നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ എളുപ്പവഴി ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എന്തൊക്കെ നമ്മൾ മാനുഷികമായിട്ട് ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ട് അതിന് അച്ചീവ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ സമയമാകാതെ നമ്മൾ ട്രൈ ചെയ്താൽ ഒരിക്കലും അത് ഫുൾഫിൽമെന്റ് അതിലേക്ക് എത്തത്തില്ല. അത് പകുതി വഴിക്ക് വെച്ച് പോകത്തേ ഉള്ളൂ. നമുക്ക് സമ്പത്തും എല്ലാം നമുക്ക് സമയമൊക്കെ നമുക്ക് നഷ്ടങ്ങൾ വരത്തേ ഉള്ളൂ. പക്ഷെ കർത്താവ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തുമില്ല. കാരണം വാഗ്ദത്തം തന്ന ദൈവമാണ്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ യാക്കോബ് തന്റെ പുത്രന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ യോസേഫിനെ അയച്ചു. ആ ഭാഗത്തിൽ തന്നെ 39-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ 20-ാമത്തെ വാക്യം നമ്മൾ കൃവാക്യമായി ഞാൻ വായിച്ചപ്പോൾ ഞാൻ എടുത്തു വായിച്ചൊരു കാര്യം എനിക്ക് അതിനകത്ത് തന്നെ ചിന്തിപ്പിച്ച ഒറ്റ കാര്യമാണ്. അതായത് അവന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് നമുക്ക് കാണാമല്ലോ.
ഒരു ഭക്തനെ കുറിച്ച് പിശാചിന് അല്ലെങ്കിൽ വേറൊന്നും അവന് കാണണ്ട. ഇവന്റെ സമ്പത്തോ ഇവന്റെ സൗന്ദര്യമോ ഇവന്റെ ഒന്നും തന്നെ യാതൊന്നുമല്ല അവന്റെ മേലുള്ള ദൃഷ്ടി, അവന്റെ മേലുള്ള അവനെ കുറിച്ച് ഒരു വിറ്റർനെസ് അല്ലെ അവനെ കുറിച്ച് പകയ്ക്കുവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവനോട് അസൂയ വരാനുള്ള ഒരു കാരണം അവന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി കാരണം കൂടാതെ നിന്നെ ചിലര് പകയ്ക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിനക്കൊരു വിശേഷത ഉള്ളത് കൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. കഷ്ടതകൾ കൂടി കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിലെ പതറിപ്പോകരുത്. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. കർത്താവ് അറിയാതെ ദൈവം അത് വെച്ചിട്ടാ നമ്മൾ ഓരോ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ഓർക്കും നമ്മൾ അവിടെ കൊണ്ട് അവസാനിച്ചത്, പക്ഷെ ദൈവം ഒരിക്കലും അത് മറന്നു കളയത്തില്ല. 2018 എന്റെ ജീവിതത്തിൽ ഒത്തിരി മറക്കാൻ കഴിയാത്തൊരു വർഷമാണ്. ഞാൻ 40 ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിച്ചു. അതിനുശേഷം വലിയ അതിനു മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ കൂടി ഞാൻ കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ICPF സ്റ്റാഫ് സമയത്ത് ഒറ്റയ്ക്ക് ആ 1-2 വർഷം കൊണ്ട് 8 കുഞ്ഞുങ്ങളെ സ്നാനത്തിലേക്ക് നയിക്കാൻ കർത്താവിനെ സാധിച്ചു. അങ്ങനെ അത്ര ആക്റ്റീവായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ 2018 വന്നപ്പോഴത്തേക്ക് ഈ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് കേരളത്തിന്റെ പുറത്ത് ചില കൺവെൻഷനുകൾ ഉൾപ്പെടെ കർത്താവ് എനിക്ക് ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓടി. ലാസ്റ്റ് നമ്മുടെ ഒരു സെക്ഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു 2018 ഒക്ടോബർ 18-ാം തീയതി. അതിനുശേഷം 22-ന് ഞാൻ കൊല്ലത്ത് തിരിച്ചു വന്നു. ഒറ്റ ആക്സിഡന്റ്, അതായത് ഞങ്ങൾ ജസ്റ്റ് കൊല്ലം ബീച്ചിലെ ഒരു ദേവദാസന കുടുംബവും വന്ന് എനിക്ക് അവരെ മുഖാമുഖം അത്ര പരിചയമില്ല, പക്ഷെ എങ്കിൽ പോലും ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ആ ഒരു 10-30 മിനിറ്റ് കൊണ്ട് പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. പക്ഷെ ആ വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പോയതാ. 5 ദിവസം കഴിഞ്ഞിട്ട് ആംബുലൻസിലാണ് തിരിച്ചു വന്നത്. ആ പോയ വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ കാല് 2ആയിട്ട് ഒടിഞ്ഞു മാറി. ഷോൾഡർ ഡിസ്ലൊക്കെ ഉണ്ടായി, റിസ്റ്റ് ഡിസ്ലൊക്കെ ഉണ്ടായി, കഴുത്തിന്റെ പുറകോശം പിടിച്ച് കംപ്ലീറ്റ് ഇടതുകാലിന്റെ മുട്ടിച്ചത് അങ്ങനെ ഫുൾ ഫ്രാക്ചർ ആയിട്ട് കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. ആ പോയ വഴിക്ക് ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഞാൻ പറഞ്ഞത് ദൈവത്തിന് നമ്മളോട് ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നമ്മെ ഒതുക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ചിലതിനകത്തുണ്ട്, അങ്ങനെ ചിലതിനകത്ത് ഇരിപ്പുണ്ട്. ഒത്തിരി വാഗ്ദത്തം കേട്ടിട്ടും അത് നടക്കുന്നില്ല. അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? എനിക്ക് അതിന്റെ മേലൊരു ബ്രേക്ക് ത്രൂ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരയുന്ന ചിലത് രാത്രി ഇതിനകത്തുണ്ട്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദൈവം ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഞാൻ അവിടെ നിന്ന് എന്നെ കാലിലേക്ക് 2 കമ്പി ഇടേണ്ടി വന്നു. ഫുൾ ബെഡ് റെസ്റ്റ്, ഒരു 3 മാസം ഒറ്റ കിടപ്പ്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഇയർ ഇംബാലൻസിങ് ഉൾപ്പെടെ എനിക്ക് ഉറങ്ങാൻ കഴിയും. 2 ആഴ്ച കണ്ടിന്യൂസ് ഓർക്കണം. 1-2 ദിവസം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഭയങ്കരമായിരിക്കും. അപ്പൊ ഈ 2 ആഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പകലെങ്കിലും ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുക. ഒരിക്കലും നടക്കില്ല. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ എടുത്തു. ഒത്തിരി സ്ട്രഗിൾ 3 മാസം കംപ്ലീറ്റ്. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് എനിക്കൊരു ഭയം പോലെ ആയിപ്പോയി. കാരണം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത്രയും ആക്റ്റീവായിട്ട് നടന്ന് ഞാൻ ഒരു ഹെൽപ്ലെസ് ആയിട്ട് ഒറ്റ ബെഡിൽ എല്ലാ കിടക്കയിൽ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്റെ കർത്താവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുമെന്നുള്ളത്. അതിനുശേഷമാണ് ഈ കോവിഡ് കാലം. ആ കിടപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്ത സമയത്താണ് കോവിഡ് കാലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവിടെ കൊണ്ടൊക്കെ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ കഷ്ടതയുടെ കഠിനമായിട്ടുള്ള അവസ്ഥകളിൽ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ വിട്ട് അകന്നിരിക്കത്തില്ല. കർത്താവ് നമ്മളോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് 2021 ആയപ്പോൾ എന്റെ കാലിന്റെ കമ്പി എടുത്തു. 22 അവസാനമായപ്പോഴും എനിക്ക് നടക്കാൻ പറ്റത്തില്ല. കാലൊരു വടി പോലെയായി. ഒരു സൈഡ് മൊത്തം ഏകദേശം നമ്മള് ബലമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങ് മാറി നടക്കുമ്പോഴത്തേക്കിനും ഇംബാലൻസിങ് ആകുന്ന ഒരു സ്ഥിതിയായി. 2021 നമ്മുടെ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ 5.5 മാസം ഒറ്റ കിടപ്പ്. ഒരു മനുഷ്യന് നമ്മളത് കൂട്ടു നിൽക്കാൻ പോലും പറ്റത്തില്ല. കാരണം കോവിഡ് പാൻഡമിക്ക. ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഓർക്കാൻ പോലും കഴിയത്തില്ല. അതുപോലെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. 22 ആയപ്പോൾ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ദൈവം എന്നെ പടിപടിയായിട്ട് ഓർക്കണം. ഞാൻ ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇരുണ്ട കാലഘട്ടം പോലെയായിരുന്നു. കാരണം എവറിത്തിങ് എന്നെ മനുഷ്യനുമായിട്ടുള്ള കോണ്ടാക്ട് പോയി. ഈവൻ വചനം പോലും എനിക്ക് ഓർക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ഞാൻ ഡള്ളായിട്ട് ഞാൻ ഇരുന്നൊരു സമയത്താണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. കൊല്ലത്തൊന്ന് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. ട്രിവാൻഡ്രത്ത് ഒരു മിനിസ്ട്രിക്ക്, ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ലേഡീസ് കോൺഫറൻസിൽ ക്ലാസ് പ്രസംഗിക്കാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആ ഇരിപ്പിലാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ദൈവനോട് പറഞ്ഞു, നീ ഇപ്പോൾ എഴുന്നേറ്റാൽ എഴുന്നേൽക്കും, ഇല്ലെങ്കിൽ നീ ഇതേ സ്ഥിതിയിൽ തുടരും. വേറെ ഞാൻ ആ നിമിഷം തന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുക. ഓർക്കണം, ആ ഒരു
ഒരു 3.5 വർഷം എന്റെ ജീവിതത്തിൽ അടഞ്ഞൊരു അധ്യായമായിട്ട് ഞാൻ ഇരുന്ന സ്ഥാനത്തു നിന്നാണ് കർത്താവ് എന്നെ ഒറ്റ നിമിഷം ഒറ്റ വാക്കില് എഴുന്നേൽക്കാൻ ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ എന്റെ ദൈവം എന്റെ സ്ഥിതിയെ മാറ്റി. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ അവിടുന്ന് കൊല്ലത്തുനിന്ന് ഓട്ടോയ്ക്ക് ഞാൻ ട്രോണ്ടത്തെത്തി. ഞാൻ വളരെ ചുരുക്കി പറയുന്ന സമയം നമ്മുടെ മുൻപിൽ പരിമിത. ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചതല്ല, പക്ഷേ പരിശുദ്ധാത്മാനോട് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്യുന്നത്. ആ ഒരു കാലിങ്ങനെ ഒരു മുടന്ത് പോലെയായി. അപ്പൊ എന്നോട് നമുക്ക് വളരെ കുടുംബത്തിലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇനി ഈ കാല് കൊണ്ട് ഫ്ലൈറ്റിൽ കയറും, ഇനി ഈ കാല് കൊണ്ട്. അങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആ സമയത്ത് ഖത്തറിന് പോകാൻ അവസരം വന്ന സമയത്ത് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ ഇത് കഴിയുമ്പോഴത്തെ ചെയ്യാം. അപ്പൊ അത് കേട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ എന്നെ അത് വളരെ മുറിവേൽപ്പിച്ചു. കാരണം ചട്ടുകാലം എന്നുള്ള ആ ഒരു വാക്ക് ഓർക്കണം, മനുഷ്യൻ നമ്മളെ ചില വാക്കുകളിട്ട് മുറിപ്പെടുത്തുമ്പോൾ നമ്മളത് മറന്നുപോയാൽ സ്വർഗത്തിലെ ദൈവം അത് മറക്കത്തില്ല. ഓർത്ത് വെച്ചോണം, ചില വാക്കുകൾ ദുഷ്ടൻ നിന്നെ കുറിച്ച് പറഞ്ഞെങ്കിൽ, ശത്രു നിന്റെ മേൽ നിന്നെ മുറിവേൽപ്പിക്കാൻ തക്കവണ്ണം ചില വാക്കുകൾ പറഞ്ഞെങ്കിൽ അത് നീ മാത്രമല്ല കേട്ടത്, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവവും അത് കേട്ടിട്ടുണ്ട്. ആ ദൈവം അതിന്റെ സമയം വരുമ്പോൾ ആ വാക്കിനുള്ള മറുപടി കർത്താവ് നിന്റെ മേൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി തന്നെ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ദൈവം എന്നെ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി. ഞാൻ 1.5 മണിക്കൂർ നിന്ന് ശുശ്രൂഷിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂതവലുതാൽ അലറി മാറുന്നത്. അതുപോലെ തന്നെ വീൽ ചെയറിൽ കൊണ്ടുവന്ന ഒരു ആന്റി എന്ന് സൗഖ്യം പ്രാപിച്ചു. ഓർക്കണം, ഞാൻ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഞാൻ പോയ വ്യക്തിയാ. എന്നാൽ അതിൽ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. അവിടുന്ന് കർത്താവിന്റെ സ്ഥിതികൾക്ക് മാറ്റം നിന്നു. 2023 കർത്താവിന്റെ ശക്തമായിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം പോലും ഞാൻ മീറ്റിംഗ് ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. 24 അവസാനമായപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് പോകാണ്ട് കർത്താവ് എനിക്ക് ഒരു അവസരം തന്നു. ഓർക്കണം, എനിക്ക് ആരോടും പറയാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഇത് കിട്ടുമോ നമുക്ക് ഒരു ഉറപ്പുമില്ല. എനിക്ക് ഒരു ചർച്ച് ഒർലാൻഡോ IPC ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ എന്റെ മോനാണ് എനിക്ക് ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് തന്നു. പക്ഷെ കർത്താവ് എനിക്ക് ആ 10 വർഷത്തേക്കുള്ള വിസ തന്നു. പ്രിയ സാധിച്ചാലും കുടുംബത്തിനൊക്കെ അറിയാം, ആ ഒരു കാലഘട്ടത്തിൽ പ്രിയരെ ഈ കാല് കൊണ്ട് ഇനി ഫ്ലൈറ്റിൽ കയറുമെന്ന് ചോദിച്ച അതേ സ്ഥാനത്ത് എനിക്ക് അമേരിക്കയിൽ 9 സ്റ്റേറ്റ് കർത്താവ് ഈ കാല് കൊണ്ട് യാത്ര ചെയ്യാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. 9 സ്റ്റേറ്റ് 16 ഫ്ലൈറ്റ് മാറി തിരിഞ്ഞ് ഞാൻ കയറി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒറ്റ യാത്രയിൽ നമുക്കാരും അവിടെ ഇല്ല. ദൈവം ചെയ്തു. ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദുഷ്ടൻ നിന്നെ ഒതുക്കി തീർത്ത് കട്ടിലിൽ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചാലും, ആ ഇരുട്ടിൽ നിന്നെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചാലും, ദൈവം നിന്നെ കുറിച്ചൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എത്ര ചങ്ങലയ്ക്കകത്തിട്ടാലും പത്രോസിന്റെ മേലുള്ള വാഗ്ദത്തം ആ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനാണെങ്കിൽ ശത്രുവിന് അവനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം, ഉറപ്പ് പ്രാപിച്ചോണം. വാഗ്ദത്തം വലിയതാ, വാഗ്ദത്തം വലിയതാ. ആ വാഗ്ദത്തം നീ പ്രാപിച്ചിട്ടേ നീ മടങ്ങാവൂ. നീ അത് കണ്ടിട്ടേ നിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നീ കാലുവെക്കുമ്പോൾ പറയുവാൻ ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കണം. യാക്കോബ് യോസേഫിനെ കണ്ട് സന്തോഷിച്ചതുപോലെ ചില വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം ഞാൻ കണ്ടുവന്ന് സാക്ഷ്യം പറയേണ്ടതിന് ഇന്ന് രാത്രി ആ ഒരു വാഞ്ചയോടുകൂടി ഈ വാഗ്ദത്തം ഏറ്റെടുത്തോണം. കാരണം ദൈവം ചിലത് ചെയ്യാൻ പോവാ. കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി ദൈവം ചിലതിന്റെ കുടുംബത്തിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ശത്രുവായവൻ കെട്ടിയിട്ട് ചിലതിനെ കർത്താവ് റിലീസ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. ആ യാത്രയ്ക്ക് ഇനി അധികം താമസമില്ല. ചിലത് പുറത്തു വരുവാൻ ഇനി അധികം താമസമില്ല. നിന്റെ വാഗ്ദത്തം ചലിക്കാൻ പോകുക. നീ എന്നും ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ മേലുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടി എന്ന് പറയുന്ന ആ ഡിവൈസ് ആന്റിയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, മകളെ നീ കരഞ്ഞ ചില വിഷയങ്ങളുണ്ട്. ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവമേ. എനിക്ക് ആരോട് ഞാനിന്ന് പറയുമെന്ന് നീ പറഞ്ഞു. നീ ഭാരപ്പെട്ട 2 വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി ആത്മാവാലോചന അറിയിക്കുന്നത് അന്നായുടെ മേൽ ഒരു പെനീന പറഞ്ഞ ചില വാക്കുകൾ പോലെ ചിലത് നിന്റെ നേരെ നിന്ന് ചില വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു മഹത്വം ഞാൻ വെളിപ്പെടുത്തുമെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന അറിയിക്കുന്നു. ശമൂവേലുമായി ആലയത്തിൽ പോയതുപോലെ നീ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടിയുമായി നീ ആലയത്തിൽ പോയി സാക്ഷ്യമായി നിൽക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം ഞാനത് പൂർത്തീകരിക്കും. തകർത്ത് കളയുമെന്ന
ശത്രു നിന്നെ നോക്കി പറഞ്ഞത്, നീ തകർന്നു പോയി, ഇതുകൊണ്ട് നീ എഴുന്നേൽക്കത്തില്ല എന്നാ പറഞ്ഞത്. എന്നാൽ അവിടെ എന്റെ കരം നിന്നോട് കൂടെ ഇരുന്ന് തകർത്ത് കളയാതെ അവൾ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചത് കൊണ്ട് ഇന്ന് രാത്രി നീ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ വാഗ്ദത്തങ്ങൾ പലതും കേട്ടു, പക്ഷെ അതിന്റെ ഒന്നും പൂർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നീ കരയുന്നുണ്ട്. രാത്രികാലം പരിശുദ്ധാത്മ പറയുന്നു, ചിലത് കൊയ്യുവാനുള്ള സമയമായി, ചിലത് സന്തോഷത്തോടെ കൊയ്യുവാനുള്ള സമയമായി, നീ കണ്ണുനീരോടെ വിതച്ചതിന്റെ മറുപടിയുമായി നീ ആലയത്തിൽ പോകുവാനുള്ള സമയം ആസന്നമായെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന അറിയിക്കുന്നു. ദൈവം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് വാഗ്ദത്തം നടത്തുന്നത്. ആമേൻ. ദൈവത്തിന് മുഖവശമില്ല. യോസേഫിന്റെ ജീവിതത്തില് അപ്പന്റെ ഭവനത്തില് അപ്പന്റെ കെയറും അനുഭവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും താൻ ആ ദൈവം കൊടുത്ത ദർശനത്തിലേക്ക് എത്തപ്പെടത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബ് തന്റെ മകനെ അയച്ചു, അവിടം കൊണ്ട് അവന്റെ ജീവിതം ടേൺ ചെയ്തു. അത്രയും കാലം അനുഭവിച്ച സന്തോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി അപ്പൻ ഭവനത്തിൽ ഇരുന്നപ്പോൾ അവൻ സ്വപ്നങ്ങൾ കണ്ടു. അവൻ ഓർത്തില്ല ഒരിക്കലും ഇനി വരുന്ന ഓരോ നിമിഷങ്ങൾ താൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആ 17 വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല. അങ്ങനെ ഒരു സ്വപ്നം കൂടെ അവന് കിട്ടിയെങ്കിൽ ഒരിക്കലും അവൻ ആ അപ്പന്റെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ചിലരൊക്കെ മറച്ചു വെക്കും. ദൈവം ചിലരൊക്കെ മറച്ചു വെക്കുന്നത് നിന്നെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. രാത്രികാലം ദൈവം ചിലതൊക്കെ മറച്ചു വെക്കുന്നെങ്കിൽ ഓർത്തോണം. ചില സാഹചര്യങ്ങൾ ദൈവം മിണ്ടാതിരിക്കുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ മേലുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞു. കാരണം നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. ആ തീയുടെ ശക്തി കൂടുന്നെങ്കിൽ ഓർത്തോ, ആ 4-ാമൻ അവിടെ ഇറങ്ങുവാനുള്ള സമയം ആസന്നമായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സഹോദരന്മാർ ഒരു സഹായം, സഹോദരനോട് ഒരു സ്നേഹമോ മനസ്സലിവോ കാണിക്കാതെയാ അവരാ കൊണ്ടുവന്ന സാധനം എല്ലാം. ഞാനിത് വളരെ കമ്പിവാചകത്തിൽ വേഗത്തിൽ പറയുന്നത് നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. അവരതെല്ലാം വാങ്ങിച്ചിട്ട് ആ സഹോദരനെ കൊന്നുകളയുവാൻ അവർ ആഗ്രഹിച്ചത്, അതവര് പ്ലാൻ ചെയ്തത്. മറ്റൊന്നും അവർ പറഞ്ഞില്ല. അല്ലെങ്കിൽ അപ്പനെ കൊണ്ട് കരയുമെന്ന് അങ്ങനത്തെ സാധനങ്ങൾ ഒന്നുമല്ല അവർ പറഞ്ഞത്. അവന്റെ മേലുള്ള സ്വപ്നം, അവന്റെ സ്വപ്നം എന്തായി തീരും. ഇന്ന് രാത്രി നമ്മുടെ മേൽ നോക്കി ദുഷ്ടൻ ചോദിക്കുന്ന ചോദ്യം ഇതാ. ഇവൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, വിശ്വാസം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അവന്റെ മേലുള്ള വാഗ്ദത്തം എന്തായി തീരും. ഓർക്കണം, യോസേഫിന്റെ ജീവിതത്തിൽ ആ സ്വപ്നത്തെ ആ ഒരു പൊട്ടക്കുഴി കൊണ്ട് അവസാനിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിൽ ഇട്ടെങ്കിൽ അതേ സഹോദരന്മാർ തന്നെ 37-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അവർ തന്നെ അവനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. നിന്നെ ഇട്ടവർ തന്നെ നിന്നെ പുറത്തു കൊണ്ടുവരും. അല്ലാസറിനെ ആര് കല്ലറയിൽ വെച്ച് അവർ കെട്ടിവെച്ചു, ആ മനുഷ്യൻ തന്നെ അവന്റെ കെട്ടഴിച്ചതുപോലെ ആരൊക്കെ തകർക്കാൻ നോക്കിയോ, ആരൊക്കെ പരിഹസിക്കാൻ നോക്കിയോ, അവര് തന്നെ പറയും നീ ആയിരുന്നു ശരിയെന്ന് പറയുന്ന ചിലതിന്റെ പേര്. അങ്ങനെ ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. അങ്ങനെ ചില നുറുങ്ങുന്ന ഹൃദയത്തോടെ ഇത് രാത്രി ദൈവമക്കളെ ചിലതിനകത്ത് കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധാത്മ പറയുന്നു. ചിലതൊക്കെ വിട്ടുകളഞ്ഞോ. ആ ഭാരവും വെച്ചുകൊണ്ട് നിനക്ക് ഓടുവാൻ കഴിയത്തില്ല. ആ ഭാരവും വെച്ചുകൊണ്ട് നിനക്ക് ഓടുവാൻ കഴിയത്തില്ല. യോസേഫിന്റെ മേലുള്ള വാഗ്ദത്വം എന്ന് പറയുന്നത് ആ പൊട്ടക്കുഴി കൊണ്ട് അവസാനിക്കുവാനായിട്ടല്ല. ഇന്ന് കടന്നു പോകുന്ന പൊട്ടക്കുഴി അത് ശാശ്വതമല്ല. അത് കഴിയുവാനുള്ള സമയമായി. ആ മിദ്യാന്യ കച്ചവടക്കാരന്റെ മേൽ ഏൽപ്പിച്ചപ്പോൾ ആ കുഴിയിൽ കിടന്ന നാറ്റം വെച്ച അവസ്ഥയിലേക്ക് ഇരുന്ന യോസേഫിനെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റത് ഒരിക്കലും ഒരു കച്ചവടക്കാരുടെ കയ്യിൽ അടുത്ത കിട്ടിയെങ്കിൽ അവന്റെ അടിമയാ. അവനെ ആ ഒരു ലെവലിൽ മാത്രമേ പോകത്തുള്ളായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ ഒരുക്കുന്ന പ്രോസസ്സ് വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. ദാവീദ് ഒരിക്കലും ചിന്തിച്ചില്ല തന്റെ മേൽ അഭിഷേകം വീഴുമെന്ന്. പക്ഷെ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ താൻ പിന്നീട് കടന്നു പോയത് അത്രയും നാളും ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റാ. അതിനു മുൻപ് രാജകീയ അഭിഷേകം വീഴുന്നതിന് മുൻപ് താൻ ആ കാട്ടിലെ രാജാവായിട്ട് ആടിനെ മേയ്ക്കുക, സിംഹത്തിന്റെ കരടിയാലും ഇതിന്റെ എല്ലാം മേലിലുള്ള അധികാരം തന്റെ മേലായിരുന്നു. പക്ഷേ രാജാവെന്ന അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ തന്റെ ജീവിതത്തിൽ താൻ പാച്ചിൽ തുടങ്ങി, കഷ്ടത തുടങ്ങി. ഓരോ കാടുകൾ, ഗുഹകള്, ശൗലിനെ പേടിച്ചുള്ള ഓട്ടം, ഇങ്ങനെ ഓരോരോ ഓട്ടത്തിനിടയില് പക്ഷെ ദൈവം തന്നോട് കൂടെ ഇരുന്നു ആ രാജ്യത്വം ഉറപ്പിച്ചു. രാത്രികാലം ഓർത്തോണം, നിന്റെ തീച്ചൂള കഴിയുമ്പോൾ ഒരു ഉറപ്പ് ദൈവം തരും. ദേശത്ത് ദൈവം ചിലതിനെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ദേശത്ത് ദൈവം ചിലതിനെ ഉറപ്പിക്കാൻ പോകുക. ആമേൻ. അത് യാക്കോബിന്റെ
പുത്രന്മാർ ചിന്തിച്ചു യോസേഫ് ഇവിടം കൊണ്ട് അവസാനിച്ചു, അവന്റെ സ്വപ്നം അവസാനിച്ചു. പക്ഷെ മിദ്യാന്യ കച്ചവടക്കാർ അവനെ വിറ്റത് ഓർക്കണം, ആ ദൈവത്തിന്റെ പദ്ധതി നോക്കണം. ദൈവമാര് പിതാവും മാതാവും സഹോദരന്മാരും വന്ന് നമസ്കരിക്കുന്നു, സഹോദരന്മാർ വന്ന് നമസ്കരിക്കുന്ന ആ ഒരു ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയാൻ അതിലെത്തണമെങ്കിൽ ഒരിക്കലും മിദ്യാന്റെ കൂടെ കൂടി വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യാപാരം ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ വാഗ്ദത്തം ഒരിക്കലും നടക്കത്തില്ല. അവർ വിട്ടത് ഫറവോന്റെ ഒരു കാര്യവിചാരകൻ വിട്ടു. നമുക്കറിയാം ആ 38-ാം അധ്യായത്തിൽ യോസേഫിനെ കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല. അപ്പൊ അവിടെ കൊണ്ട് അവസാനിച്ചു പോയി എന്ന് എല്ലാം വിധി എഴുതി. എന്നാൽ 39-ാം അധ്യായം വരുമ്പോൾ അധ്യായത്തിൽ 3 ഭാഗങ്ങളിൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. അപ്പന്റെ ഭവനത്തിൽ അവനായിരുന്നപ്പോൾ ദൈവം കൂടെ ഇരുന്നായിട്ട് പറയുന്നില്ല. അവൻ സ്വപ്നം, ദൂരെ നിന്ന് കാണുന്ന സ്വപ്നം കാണുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അവൻ ആ കഷ്ടതയിൽ കൂടി ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവൻ ആ പ്രതിസന്ധിയിലേക്ക് അടുത്തടുത്ത് വന്നപ്പോൾ ദൈവം അവനോട് കൂടെ ഇറങ്ങി. രാത്രി ഓർത്തോണം, മനുഷ്യൻ നിന്നെ തള്ളിക്കളയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട്. മനുഷ്യൻ തള്ളിയതിനോട് ദൈവത്തിന് എന്നും പ്രിയമാ, മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനോട് ദൈവത്തിന് എന്നും വളരെ സ്നേഹമാ. അങ്ങനെയെങ്കിൽ നാം തനിയെ ആയിരിക്കുമ്പോൾ, ആ പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ട്. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് ആ പൊത്തിഫറിന്റെ ഭവനത്തിലും ആ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഓർക്കണം, ഒരുപക്ഷെ ആ ഒരു കാലഘട്ടം അങ്ങനെ സ്മൂത്തായിട്ട് പോയെങ്കിൽ തന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തിക്കത്തില്ല. കാരണം ഇവനൊരു അടിമയായിട്ടായിരിക്കുന്ന, അടിമയുടെ വസ്ത്രവും ധരിച്ച് കാര്യവിചാരകനായിരുന്നാൽ ഒരിക്കലും സഹോദരന്മാർ വന്നവനെ വണങ്ങത്തില്ല. എന്നാൽ ആ കൂട് പൊട്ടിച്ച് പുറത്തു വന്നു ആ സോഫ്റ്റ്വെയർസ് എടുത്തു മാറ്റി അവന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരിക്കലും അവൻ ചിന്തിച്ച കാര്യം പോലും അല്ല. അവൻ എന്ത് ചെയ്യരുതോ, ഏതിൽ നിന്ന് ഓടിപ്പോകണമെന്ന് ആഗ്രഹിച്ചോ അതേ കുറ്റം ആരോപിക്കപ്പെട്ട്, തന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് താൻ ജയിലിലായി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പക്ഷേ മിദ്യാന്യരുടെ കൂട്ടത്തിൽ ഇരുന്നപ്പോഴാണ് താൻ ജയിലിലായെങ്കിൽ താൻ ആ മിസ്രൈമിലുള്ള കുറ്റവാളികളെ എല്ലാം ഇടുന്ന പൊതുവായിട്ടുള്ള ജയിലിലായിരിക്കും പോകുന്നത്. പക്ഷെ ദൈവം കൊണ്ടുവരുന്ന പദ്ധതി എന്ന് പറയുന്നത് ഈ ഫറവോന്റെ കാര്യവിചാരകന്റെ ഭവനത്തിൽ വെച്ച് സംഭവിച്ച ആ ഒരു ഇതായതുകൊണ്ട് അവനെ കൊണ്ടുപോയ ജയിലെന്ന് പറയുന്നത് രാജാവിന്റെ ആളുകളെ ഇടുന്ന വിശേഷപ്പെട്ട വേറൊരു ജയിലാണ്. അപ്പൊ ആ ജയിലിൽ കിടക്കുന്നതെല്ലാം കൊട്ടാരത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ ഇടുന്ന അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ഇടുന്ന ഒരു കാരാഗ്രഹത്തിലേക്കാണ് ഈ യോസേഫിനെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അടുത്ത കാരാഗ്രഹ പ്രമാണി ആ കാരാഗ്രഹ പ്രമാണിക്ക് പിന്നെ പുതിയതായിട്ട് വന്ന ഓരോ രാജാവിന്റെ സേവകന്മാരെ ഇവന്റെ യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. യോസേഫ് അവർക്കെല്ലാം കാര്യവിചാരകനായി സകല കാര്യങ്ങളും അവിടെയും തന്നെ ദൈവം അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചു. എപ്പോഴും ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പൊട്ടക്കുഴി കിടന്നപ്പോഴല്ല യോസേഫ് ചില പഠിച്ചത്, ഈ പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്നപ്പോഴല്ല യോസേഫ് ഈ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചത്. തന്നെ ആ കാരാഗ്രഹത്തിലിട്ട് വ്യത്യസ്തമായ ചിലരെ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് അവരുടെ കുറ്റങ്ങളും അവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എങ്ങനെയാണ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ആ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവം അവനെ പഠിപ്പിച്ചു. ആ കാരാഗ്രഹത്തിലും ദൈവത്തിന്റെ കാര്യം യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ഓർക്കണം, യോസേഫ് ആ ഒരു 4 ഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ തന്റെ ജീവിതത്തിൽ അപ്പൻ നൽകിയ ഒരു വിശേഷ വസ്ത്രം ഉണ്ടായിരുന്നു. അത് സഹോദരന്മാരെടുത്ത് മാറ്റി. അടുത്തൊരു ഇതെന്ന് വെച്ചാൽ പൊത്തിഫറിന്റെ ധ്യാനികളുടെ കഴിയുന്ന പൊത്തിഫറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ആ പൊത്തിഫർ നൽകിയ വസ്ത്രവും അവന് നഷ്ടമായി. ആ ജയിലിൽ വന്നപ്പോൾ ജയിലിൽ ഉണ്ടായിരുന്ന വേഷവിധാനങ്ങള് അടുത്തൊരു ഘട്ടം വരുമ്പോൾ അതും മാറ്റിയിട്ടാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. ഓർക്കണം, ഈ പറഞ്ഞ വസ്ത്രങ്ങൾ അപ്പൻ കൊടുത്ത വസ്ത്രവുമായിട്ടാ അവൻ ആ പോയെങ്കിലുണ്ടല്ലോ ഈ സഹോദരന്മാർ കണ്ടപ്പോ എന്തു പറയുമെന്നറിയോ? എടാ, ഞങ്ങളുടെ അപ്പൻ തന്ന കോട്ടിട്ടുകൊണ്ട് നീ വന്നത് കൊണ്ടാ നിന്നെ ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ കയറ്റിയതെന്ന്. മനുഷ്യൻ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവരതിന്റെ കണക്ക് വെക്കുമെന്നേ. പക്ഷെ ദൈവം തരുന്നുണ്ടല്ലോ മനുഷ്യൻ തരുന്നത് പോലല്ല, വ്യത്യസ്തമായിരിക്കും. കാരണം മനുഷ്യർക്ക് ആർക്കും തന്നെ യോസേഫിന്റെ ജീവിതത്തില് ഒരു അവകാശവും പറയാൻ പറ്റത്തില്ല. ഞാനാ ഇവനെ വളർത്തിയത്, ഞാനാ ഇവൻ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ഒരുപക്ഷെ പൊത്തിഫറാണ് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അദ്ദേഹം പറഞ്ഞേനെ എന്റെ റെക്കമെൻഡേഷനില്ല യോസേഫ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതെന്ന്. ഈ പറയുന്ന ജയിലർക്ക് പോലും അതിനകത്ത് ഒരു മനുഷ്യ
മനുഷ്യന് പറയാൻ കഴിയത്തില്ല. പ്രിയദൈവത്തിലെ ആരും എന്നെ വളർത്തുന്നില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു ചിന്ത ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് മനുഷ്യൻ ഇടുന്നതിനല്ല, മനുഷ്യൻ എന്ത് തന്നാൽ അവരതിന്റെ കണക്ക് സൂക്ഷിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വാഗ്ദത്തത്തിനകത്താ നീ ആയിരിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി കരുതുന്നത് സ്വർഗത്തിൽ അപ്പന, നിനക്ക് വേണ്ടി കരുതുന്നത് സ്വർഗത്തിൽ അപ്പന. ആ അപ്പന്റെ കരുതലുകൾ ഒരിക്കലും അത് മനുഷ്യന്റെ അളവുകോലിനകത്ത് നിൽക്കുന്നതല്ലെന്ന് ഇന്ന് രാത്രി ലിസി ജേക്കബ് ആന്റി പരിശുദ്ധാത്മ ഇപ്രകാരം പറയുന്നു. മനുഷ്യൻ നിനക്ക് നൽകിയതിനെല്ലാം മകളെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടി ചിലത് നൽകി. യാക്കോബ് സന്തോഷിച്ചതുപോലെ ഇനി ചില സന്തോഷങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ നാളുകൾ നീ കണ്ടു, ഇനി നീ അതിന്റെ സന്തോഷവും നന്മയും നീ അനുഭവിക്കാൻ പൂർണ്ണമായ സമാധാനത്തോടു കൂടി തന്നെ നിനക്ക് ചിലത് ജീവിതത്തിൽ നീ പ്രാപിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നീ വേഗത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴിയൊരുക്കുമെന്ന് പരിശുദ്ധാത്മ ആലോചന അറിയിക്കുന്നത്. നിർജ്ജനമായ ചില താഴ്വരയിൽ നിൽക്കുന്നത്, എന്നാൽ വേഗത്തിൽ ചില ചലനങ്ങളോടെ സംഭവിക്കാൻ നിർജീവമായ അസ്ഥികളിനെ ജീവിപ്പിക്കുകയില്ല, ഇനി അത് ജീവിക്കയില്ല എന്ന് പറയുന്ന ചിലതിന്റെ മധ്യത്തിൽ തന്നെ ദൈവം ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ചില അടയാളങ്ങൾ 2025 31 ഡിസംബറിൽ ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനുമായി ആ വാഗ്ദത്തത്തിന്റെ നന്മയുമായിട്ട് അതിന്റെ സന്തോഷവുമായിട്ട് നീ ആലയത്തിൽ കടന്നു പോകാൻ പോകുന്ന 26 നീ കാല് വെക്കുന്നത് ചില സന്തോഷത്തിന്റെ വാർത്തകളുമായിട്ടായിരിക്കുമെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്ന് ഭംഗം വരികയില്ല എന്ന് നീ പലപ്പോഴും പറയുന്നുണ്ട്. നാളെ നിന്റെ ജീവിതത്തിൽ നീ അത് പ്രാവർത്തികമായി അനുഭവിക്കാൻ പോകുന്നെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോട്ടെ ദൈവമേ, എന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തത്തിന്റെ തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്താണോ എന്റെ പിതാവേ അതൊന്ന് മാറ്റി എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. യോസേഫിന്റെ ജീവിതത്തിൽ തന്റെ ആത്മാവിന്റെ വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് തടസ്സമായതെല്ലാം ദൈവം ഓരോ ഘട്ടങ്ങളായി തന്നിൽ നിന്ന് എടുത്തു മാറ്റി അവസാനം സ്വർഗത്തിലെ ദൈവവും താനും മാത്രമാണെന്നുള്ള ആ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് അടുത്തൊരു ഘട്ടം ആരംഭിച്ചത്. തന്റെ പദ്ധതികൾക്കൊന്നും ദൈവത്തിന്റെ കാര്യത്തിലൂടെ ചെയ്യുന്ന, അല്ലാതെ മനുഷ്യന്റെ കാര്യത്തിലൂടെ അല്ല. ഓർക്കണം, ആ ജയിലിൽ തന്നെ ആ പനപാത്രവാഹനൊപ്പക്കാരുടെ പ്രമാണി കണ്ട സ്വപ്നങ്ങള് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അടുത്തൊരു പ്രമോഷൻ ദൈവം യോസേഫിന് നൽകി. ആദ്യം കിട്ടിയത് ആ ദർശനം കാണുന്നതായിരുന്നു. എന്നാൽ അവന്റെ കഷ്ടതകളുടെ തീച്ചുള വർദ്ധിച്ചപ്പോൾ അവന്റെ പ്രമോഷന്റെ പ്രാരംഭ ഘട്ടമെന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷയ. ആമേൻ. അവൻ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോസേഫ് ചിന്തിച്ചു തനിക്ക് ആ വ്യക്തിയിൽ കൂടി ഒരു നന്മയായിരിക്കും കിട്ടുന്നതെന്ന്. കാരണം അവൻ പറഞ്ഞു തന്റെ അപ്പക്കാരന്റെ പ്രമാണിയോടും പാനപാത്രവാഹകന്റെ സ്വപ്നം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാനപാത്രവാഹകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 40-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാമത്തെ വാക്യം, അതായത് എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ചു എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. എന്നെ എബ്രായന്മാരുടെ ദേശത്തു നിന്ന് കട്ടുകൊണ്ട് പോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും തന്റെ കൂടെ ദൈവമുണ്ട്. പക്ഷേ ആ കുഞ്ഞ് അവൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ ഇവിടെ കിടക്കുന്നത്. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇതിനോട് ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ടൈമില് നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓർത്തു വെക്കും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നന്ദി ഒന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരു ചിന്ത കിടക്കും, എനിക്ക് വേണ്ടി ആ സമയത്ത് എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞ് ഇന്നതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഉപദേശം തന്നത് ഇന്ന ആളാ, എന്നെ അവിടെ നിന്ന് പിടിച്ച് കയറ്റി ഇന്ന ആളാണെന്ന് ഓർക്കുക ചെയ്യും. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം നടന്നു. തന്റെ കൂടെയുള്ള അപ്പക്കാരന്റെ പ്രമാണിയെ ആ മരണത്തിനും ഏൽപ്പിച്ചു, തനിക്ക് വീണ്ടും തന്റെ ആ സ്ഥാനം തിരികെ ലഭിച്ചു. അപ്പൊ യോസേഫ് എടുത്ത് പറയുന്നു, ബാക്കി ഒന്നും താൻ പറഞ്ഞില്ല, നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെന്ന്. പക്ഷേ
അപ്പൊ 40-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ചിലര് നമ്മളെ മറക്കുമ്പോൾ പ്രിയരെ, നമ്മൾ കൊടുത്തു, നമ്മൾ ഒത്തിരി സഹായിച്ചു, പക്ഷെ അവരൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ മറന്നുപോയെങ്കിൽ നീ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മനുഷ്യൻ നിന്നെ ഓർത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയമല്ല. നമ്മൾ ഈ കോഴിമുട്ടയൊക്കെ പൊരുന്ന വെച്ചിട്ട് 21 ദിവസത്തിന് മുൻപ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ വളർച്ച എത്തത്തില്ല. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് 21 ഡേയ്സ് കഴിയുമ്പോൾ തോടുപൊട്ടി പുറത്തു വരുമ്പോൾ അത് ആ പെർഫെക്റ്റ് അതിന്റെ സമയത്ത് വളർച്ച പൂർത്തിയെത്തിയ അവസ്ഥയിലായിരിക്കും. ഇന്ന് രാത്രികാലം ഓർക്കണം, യോസേഫിനെ ആ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഓർത്തിരുന്നെങ്കിൽ തന്നെ ഒരു പക്ഷേ ആ ജയിലിൽ നിന്ന് പുറത്തു വിട്ടേനെ. എന്റെ ഒരു ചിന്തയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ യോസേഫ് ആ മിസ്രൈമിൽ ഏതെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചുമടെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാ ഒരു പക്ഷെ വല്ല ഹോട്ടലിലോ ഇത്തിരി സൗന്ദര്യമുള്ള ഇതുകൊണ്ട് സപ്ലയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സാധാ ഇതിൽ അവസാനിച്ചേനെ. കാരണം അത് മനുഷ്യന്റെ സൊല്യൂഷനാ, മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷനാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനെ ഓർമ്മിപ്പിക്കേണ്ട സമയത്ത് 2 വർഷം കഴിഞ്ഞ 2 സംവത്സരം കഴിഞ്ഞിട്ടാണ് ഫറവോൻ ആ സ്വപ്നം കണ്ടത്. ഓർക്കണം, പിന്നെയും യോസെഫ് 2 വർഷം കൂടെ അധികമായിട്ടാ ജയിലിൽ കിടന്ന്. അവിടെ കിടന്ന് നമ്മളായിരുന്നെങ്കിൽ ചോദിച്ചേനെ, ദൈവമേ ഇനിയും ഞാൻ ഇത്ര എന്റെ കൂടെ പുറമെ വന്നവരെല്ലാം പോയി, പക്ഷെ ഞാൻ മാത്രം ഇറങ്ങിയത് ഞാനല്ലേ, സ്വപ്നം കണ്ടത് ഞാനല്ലേ, ഇതൊക്കെ നമ്മൾ ചോദിച്ചേനെ. പക്ഷെ യോസെഫോട് ഒന്നും പറയുന്ന കേട്ടോ, ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് സറണ്ടർ ചെയ്തു. കർത്താവ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോനുണ്ടായ സ്വപ്നത്തിന്റെ ഫലമായിട്ട് അപ്പോഴാണ് ഈ പാനപാത്രവാഹകന്മാർ പ്രമാണി അതായത് ദൈവം ഓർമ്മിപ്പിക്കുന്നതേ. ചിലത് മറക്കുന്നത് നിന്റെ നന്മയ്ക്കായിട്ട്, ചിലരൊക്കെ മറന്നുപോയത് നന്മയ്ക്കായിട്ട്. പലപ്പോഴും നമുക്ക് പലരും വാക്ക് പറയും, നിന്നെ ഞാൻ ഇന്ന രാജ്യത്ത് കൊണ്ടുപോയി, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി, ഇങ്ങനെ കാര്യങ്ങൾ ഉപകാരം ചെയ്യാം. പക്ഷേ അവര് നിന്നെ മറന്നെങ്കിൽ ഓർത്തോണം, അത് ദൈവത്തിന്റെ പദ്ധതി അല്ലാത്തത് കൊണ്ടാ, അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഭാരമുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞേരെ. ദൈവം നിനക്ക് ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയത് തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യോസേഫിന് ആ സ്വപ്നം ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർമ്മിപ്പിച്ചു. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് ആരും ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ അപ്പോഴാണ് ശരിക്കും ഈ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഓർത്തത്, എനിക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നൊരുവന ജയിലിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. 41-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ 9, 10, 11, 12 അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ആക്ച്വലി അതൊരു കുറ്റമല്ല, പക്ഷെ ഒരു വാക്ക് കൊടുത്തത് മറന്നുപോയതാ. പക്ഷെ അത് കൺഫസ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ എന്താണ് അവിടെ അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിയുമ്പോഴല്ലോ ഫറവോൻ ആ യോസേഫിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആ അടിമ വസ്ത്രമിട്ട് അല്ലെങ്കിൽ ജയിലിലെ വസ്ത്രമിട്ട് വിരൂപനായിട്ടല്ല യോസേഫ് പുറത്തു വന്നത്. ആ പുറത്തു വന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് 14-ാമത്തെ വാക്യം 41-ന്റെ 14. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഫറവോൻ യോസേഫിന് കൊടുത്ത നന്മകൾ. ആ സ്വപ്നം വിവരിച്ചു കൊടുക്കും മാത്രമല്ല, വ്യാഖ്യാനിച്ചു കൊടുക്കുക മാത്രമല്ല, ഇനി ഫറവോൻ എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി ദൈവം തന്റെ ദാസനിൽ കൂടി അത് ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിന് ശേഷം കർത്താവ് മാനിച്ചത് അടുത്ത രാജകീയ വസ്ത്രം നൽകിയ. ഓർക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്തെങ്കിലുമൊക്കെ നഷ്ടമാകുമ്പോൾ അതൊരു നന്മയ്ക്കായിട്ട്. പ്രിയ പൊന്നമാഞ്ചിയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ചില നഷ്ടങ്ങൾ കൂടി കടന്നുപോയി, എന്നാൽ ഭയപ്പെടേണ്ട. യാക്കോബ വ്യസനത്തോടു കൂടിയല്ല, യോസേഫ് നഷ്ടമായെന്ന വ്യസനത്തോടു കൂടിയല്ല പാതാളത്തിൽ ഇറങ്ങിയത്, തന്റെ കാലം തികച്ചത്. ചില നന്മ ഇനിയും കയ്യിലേന്തു, ചില നന്മ ഇനിയും കയ്യിലേന്തു, തലമുറകളുടെ നന്മ ഇനിയും ചില നന്മകളെ കണ്ട് സന്തോഷിക്കുമെന്ന് ഇത് രാത്രി ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഇന്നും ചിലത് കയ്യിലുണ്ട്, എന്നാൽ ഇനിയും കരയുന്നതിന് ചില കാരണങ്ങളുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഞാൻ നൽകി ആദരിക്കുമെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന കൈമാറുന്നു. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക. ചിലതിന്റെ മധ്യത്തിൽ ചില നന്മകളുടെ സാക്ഷ്യം ഇനിയും വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. റേഖമ ശബ്ദന റമനക ഷൈദ്ര റേബല വശബന അതിനികടകസി ജാന റേഖ രഗതുന റമനകടകസിയാര. പ്രാർത്ഥിച്ചാട്ടെ, ദൈവമേ എന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവേ എന്നെ കൊണ്ടുവരുന്നതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? യോസേഫിന്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ കരപ്രകാരം പണിത് കൊണ്ടുവന്നതാ. മനുഷ്യന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും അതിനകത്തില്ല. ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷനിലൂടെ അല്ല ദൈവം യോസേഫിനെ രാജാവിന്റെ കൊട്ടാരത്തിൽ രണ്ടാമത്തെ സ്ഥാനമാക്കി അത് രാജ്യത്ത് രണ്ടാമനാ ഉയർത്തിയത്. ഓർക്കണം, ഈ രാജ്യം നമ്മളുടെ ഒരെങ്കിലും തലമുറകൾ അടുത്തൊരു രാജ്യത്തിൽ ഫോറിൻ ലാൻഡിൽ പോയി ഒരു 10 വർഷം കൊണ്ട് 17 വർഷത്തിൽ പോയി. അവിടെ പറയുന്നുണ്ട് 41 അധ്യായത്തിന്റെ 44 വാക്യം, 43, 44 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസേഫിനെ മേലധികാരിയാക്കി അതിനുശേഷം അവന്റെ പേരിനെ മാറ്റി അവന് എന്താ പറയട്ടെ, അവന്റെ വിവാഹം കഴിഞ്ഞു. ആ സമയത്ത് 46 വാക്യം, ഇത്രയും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവന്റെ വയസ്സെന്ന് പറയുന്നത് അവന് 30 വയസ്സായിരുന്നു. 17 വയസ്സിൽ 17, 3, 20, 13 വർഷം. ആ 13 വർഷം കൊണ്ട് തന്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങള് ഒരു ചെറിയ പൈതൽ അനുഭവിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. പക്ഷെ എങ്കിലും യഹോവ അവനോട് കൂടെയിരുന്ന്, യഹോവ അവനോട് കൂടെയിരുന്ന്. ഇന്ന് രാത്രികാല റെജുമോ എന്ന് പറയുന്ന ആ ഡിവൈസിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, യോസേഫിനോട് കൂടെ ഇരുന്നത് പോലെ മകനെ നിന്നോട് ഞാൻ കൂടെ ഇരുന്ന് ചേർന്ന് നിന്നവർ തന്നെ, ചേർത്ത് നിർത്തിയവർ തന്നെ ഒറ്റപ്പെടുത്തിയ ചില സാഹചര്യങ്ങൾ കൂടി നീ കടന്നുപോയി. എന്നാൽ യോസേഫിനോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. 2024 നീ ചില തകർച്ചയുടെ പക്കൽ നിന്നു. എന്നാൽ അവിടെ നിന്ന് നീ കരഞ്ഞതിന്റെ മറുപടി 2026 4 മാസം നിന്റെ ജീവിതത്തില് മകനെ മറ്റുള്ളവർ കാണുകെ ഞാൻ നിനക്ക് നന്മയ്ക്കായ ഒരു അടയാളം നൽകി ആദരിക്കുക. നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്റെ ബുദ്ധിക്കോ നിന്റെ ശക്തിക്കോ നിന്റെ കഴിവിനോ നിന്റെ സാഹചര്യങ്ങൾക്കോ അപ്പുറമായി ചില പ്രമോഷൻ നൽകി, ഒരു മുന്നേറ്റം നൽകി, ഒരു വർധനവ് നൽകി. ഇന്ന് നീ നിൽക്കുന്നതായ അനിർജ്ജന താഴ്വരയില് ചിലത് പുഷ്പിക്കുന്നത്, ചില ഫലങ്ങൾ ഉണ്ടാകുന്നത്, ചില നിറവ് നീ പ്രാപിക്കുന്നത് മകനെ മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കേണ്ടതിന് നിനക്ക് ഞാൻ നന്മയ്ക്കായ ഒരു അടയാളം ചെയ്യുമെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. ശൂന്യതയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ചോദ്യചിഹ്നമായി നിന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. എന്നാൽ അവയുടെയൊക്കെ മറുപടി നീ പ്രാപിക്കുന്ന സമയം അധികം താമസമില്ലെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന കൈമാറുന്നു. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക. വിളിച്ച ദൈവം വിശ്വസ്തന. മനുഷ്യൻ മാറിയാൽ വാക്കു മാറാത്ത ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി ഉറപ്പ് നൽകുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അമ്മേൻ, ഹല്ലേലൂയ. അത് സമയം തെറ്റത്തില്ല. ഈ 10 വർഷമാകട്ടെ 13 വർഷമാകട്ടെ, ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ട്, ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് തന്റെ ജനത്തിനു വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ആ ചെങ്കടനെ വിഭാഗിച്ചതുപോലെ ഇന്ന് രാത്രി കാലം ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. കർത്താവ് ചിലത് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് സാം ജോസ് എന്ന് പറയുന്ന ആ ഡിവൈസിലേക്ക് പ്രിയ സഹോദരനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, തലമുറകൾക്ക് വേണ്ടിയിട്ട് ചിലത് കരുതിയിട്ടുണ്ട്. മനുഷ്യന്റെ ചില കരുതലുകൾ അത് വാക്ക് പറഞ്ഞിട്ട് അവര് പാലിച്ചില്ല. അത് പറഞ്ഞതിന്റെ ചില കണക്കുകൾ നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആർക്കും അടച്ചുകൂടാത്തൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. കിഴക്കൻ കാറ്റിനാൽ വഴിയൊരുക്കിയതുപോലെ മകന് മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നീരുറവുകളെ നൽകി ഞാൻ ആദരിക്കുമെന്ന് രാത്രി പരിശുദ്ധാത്മ ആലോചന കൈമാറുന്നു. പരിഹസിച്ചവരുണ്ട്, വാക്കുകൾ കൊണ്ടോ മുറിവേൽപ്പിച്ചവരുണ്ട്. അതിന്റെയൊക്കെ മധ്യത്തിൽ നീ കരഞ്ഞുകൊണ്ട് നിന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആത്മാവിന്റെ രാത്രികാലം പറയുന്നു, അതിന്റെ ഒരു മറുപടി യോസേഫിനെ ആദരിച്ചതുപോലെ നിന്റെ തലമുറയെ ഞാൻ ആദരിക്കും. അവരുടെ മേൽ പറഞ്ഞ് വാക്കുകൊണ്ട് വിലക്കുകളിട്ട് ഇവിടെ കൊണ്ടേ അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ
ചിലതിന്റെ മധ്യത്തിൽ എന്റെ ജയക്കൊടി ഞാൻ നിനക്ക് വേണ്ടി ഉയർത്തുമെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ആലോചന കൈമാറുന്നു. ഹൃദയത്തിനകത്ത് ഭാരവുമായിട്ടാ ഇന്ന് രാത്രി ഇതിനകത്ത് കയറി വന്നത്. എന്നാൽ അതിന്റെ മറുപടി വേഗത്തിൽ 12-ാം മാസം ആരംഭ ആഴ്ചയിൽ തന്നെ നിനക്ക് വേണ്ടി ഒരു നന്മയുടെ വഴി ഇന്ന് രാത്രി നീ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി മകനെ 2025 ഡിസംബർ ആദ്യത്തെ ഞായറാഴ്ച നിനക്കൊരു സാക്ഷ്യമായി നൽകുമെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. ദൈവമാണ് ദർശനം തന്നതെങ്കിൽ, ദൈവമാണ് വാഗ്ദത്തം തന്നതെങ്കിൽ അത് മനുഷ്യ ശക്തികൾ അടച്ചു കളയുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രിയ ദൈവവേദനെ നിന്നെ വിളിച്ച ദൈവ സ്വർഗത്തിലെ ദൈവമാ. ആ ദൈവമാ നിനക്ക് വേണ്ടിയിട്ട് വാഗ്ദത്തം നൽകിയത്. അബ്രഹാമിന്റെ വാഗ്ദത്തം അത് പകുതിയിൽ നിന്ന് പോയില്ല. ശൂന്യതയിൽ ദൈവം പറഞ്ഞത് ബഹുജാതികൾക്ക് പിതാവാക്കാമെന്നാണ്. ആ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു തലമുറ പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ദൈവം അത് പൂർത്തീകരിച്ചതുപോലെ ഇന്ന് രാത്രികാല ചിലതിനു വേണ്ടി സ്വർഗത്തിന്റെ കലവറ തുറക്കുന്ന രാത്രിയ. ദർശനം കണ്ടു, വാഗ്ദത്തം കേട്ടു, ഇന്ന് വരെയും അതിന്റെ ഒരു സ്റ്റെപ്പ് പോലും നടന്നിട്ടില്ല. ആ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് രാത്രികാലം നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ചിലതിന് മുൻപിൽ നീ തല കുനിച്ചത് അത് എന്നേക്കും തല കുനിയുവാനായിട്ടല്ല, നീ തല ഉയർത്തി നിന്ന് യോസേഫിന്റെ രഥം കണ്ട് യാക്കോബ് സന്തോഷിച്ചതുപോലെ നീ നിന്റെ തലമുറയുടെ നന്മ അനുഭവിക്കുന്നത് രാജ്യങ്ങൾ കടന്ന് നിന്റെ തലമുറയുടെ നന്മ നീ കാണുമെന്ന് ഇന്ന് രാത്രി അങ്ങനെ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്ന ഹൃദയ വേദനയോട് ഇന്ന് രാത്രികാലമായിരിക്കുന്ന ദൈവവേദന പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം മറച്ചു വെച്ചത് നിന്നെ പുറത്തു കൊണ്ട് ഉയർത്താൻ വേണ്ടിട്ടാ. ഇന്ന് നീ മറഞ്ഞിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുക. എന്നാൽ തോടുപൊട്ടി നീ പുറത്തു വരുന്നത് വിരൂപനായിട്ടല്ല, ഒരു പുതിയ രൂപത്തോടുകൂടി, പുതിയ സാക്ഷ്യത്തോടുകൂടി. ആരെല്ലാം നീ ചെയ്യാത്ത കുറ്റം നിന്റെ മേൽ ആരോപിച്ചോ, ആരെല്ലാം നിന്നെ ഒതുക്കി തീർത്തോ, ആരെല്ലാം നിന്നെ മുറിവേൽപ്പിച്ചോ, ആരെല്ലാം നിന്നെ മറന്നോ, അവരൊക്കെ ഈ കാണുക തന്നെ ചില സ്ഥാനമാനങ്ങളോടുകൂടി രാജ്യങ്ങൾ നിന്നെ ഞാൻ സാക്ഷ്യമായി അയക്കുന്ന ഒരു സമയമുണ്ടെന്ന് ഇന്ന് രാത്രി ആ ഹൃദയ നെറുക്കത്തോടെ ആയിരിക്കുന്ന ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. സ്വപ്നത്തെ തന്ന ദൈവ, അതിന്റെ വ്യാഖ്യാനത്തെ തന്ന ദൈവ, അതിന്റെ പൂർത്തീകരണം തരുവാൻ വിശ്വസ്തനായ ദൈവ. ഒരു വ്യക്തിയോട് മാത്രമല്ല, പനപത്രവാഹകന്റെ മേലുള്ള സ്വപ്നം മാത്രമല്ല പൂർത്തീകരിക്കുന്നത്, നിനക്ക് തന്ന സ്വപ്നം പൂർത്തീകരിക്കുക. യോസേഫിന്റെ മേൽ തന്ന സ്വപ്നം മാത്രമല്ല, ദൈവം നിന്റെ തലമുറയോട് നിന്നോട് തന്ന വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു സമയമുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. അതിന്റെ പൂർത്തീകരണം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ലെങ്കിൽ പോലും നാം കാത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങൾ നിന്നെ ഒതുക്കി തീർത്ത് സങ്കടത്തോടെ പറയുന്നുണ്ട്. സന്തോഷ് ദൈവത്തിന്റെ പരിശുദ്ധമായി ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 5 വർഷമായി നിന്റെ ജീവിതത്തിൽ ഒന്ന് മാറി പ്രതിസന്ധികള് പെട്ടെന്ന് രോഗിയായതുപോലെ. ചില നന്മകൾ ഒരു വശത്തുണ്ട്, എന്നാൽ പെട്ടെന്ന് രോഗിയായതുപോലെ ആ ഭവനത്തിനകത്ത് ചെന്ന് കയറുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വിധത്തില് പല നന്മകൾ കയ്യിലുള്ളപ്പോൾ സന്തോഷിക്കുവാൻ വകയില്ലാത്തതുപോലെ ഒരൊഴുക്കിനനുസരിച്ച് പോകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില ഇന്ന് രാത്രികാലം ആയിരിക്കുന്നത്. പരിശുദ്ധാത്മ പറയുന്നത് 2026 നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ഞാൻ ചെയ്യും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുതുവഴിയെ ഞാൻ തുറക്കും. ശത്രുവായവൻ മണ്ണിട്ട് മൂടിയ ചില നന്മകൾ ഈ ദിവസങ്ങൾ തന്നെ അത് പുറത്തു വരും. 2026 ചില വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നീ കാണുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. 3 വിഷയങ്ങളാണ് ഭാരപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും നിന്നെ വേദനിപ്പിക്കുന്ന, അത് ഏറ്റവും വലുത് നിന്റെ ഹൃദയത്തിന്റെ ഭാരമാ. അത് വേഗത്തിൽ ദൈവം ചെയ്തു തരുമെന്ന് ആത്മാവിന്റെ രാത്രി ആലോചന അറിയിക്കുന്നു. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കാം. ചിലതിനെയും ഇനിയും ആദായപ്പെടുത്തേണ്ടതിന് ചില പ്രത്യേക സാഹചര്യത്തിൽ കുടുക്കിനകത്തകപ്പെടുത്തതുപോലെ, ഒരു കുട്ടയ്ക്കകത്ത് അടച്ചു വച്ചിരിക്കുന്നത് പോലെ, ഒരു ഇരുട്ടിനകത്തായിരിക്കുന്നത് പോലെ കടന്നു പോകുന്നത്. എന്നാൽ ആ ദേശത്തിന്റെ നീ മുഖാന്തരം വെളിച്ചം കാണുവാൻ തക്കവണ്ണം ചിലതിനെ ഇനി നിന്റെ കരുത്തിൽ ഞാൻ നൽകുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. എഴുന്നേൽക്കുമ്പോൾ
പോകുമ്പോൾ ഒരു ഭയമാ. ഇന്ന് രാത്രി ഓർത്തോ, നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടനിട്ട വെല്ലുവിളികളുണ്ട്. എന്നാൽ അവയെ നിന്നെ തകർത്ത് കളയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അതേ ദേശത്ത് നിന്റെ നന്മ അവർ കാണും. ചിലർ നന്മ കണ്ട് എന്റെ കൽപ്പന അനുസരിക്കുമെന്ന് ആത്മാവ് രാത്രി ആലോചന അറിയിക്കുന്നു. പ്രതികൂലമുണ്ട്, എന്നാൽ ആ പ്രതികൂലത്തിന്റെ മധ്യത്തില് ഒരു കൊയ്ത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് ആത്മാവിന്റെ രാത്രികാലം ആലോചന കൈമാറുന്നു. അവന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് ചോദിച്ചവർ തന്നെ അവർ വന്ന് നമസ്കരിച്ചു. ആ യോസേഫ് ഒരിക്കലും യാക്കോബിന്റെ അവകാശം കൊണ്ടല്ല യോസേഫ് അനുഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ യാക്കോബ് വന്ന് അനുഗ്രഹം അനുഭവിച്ചത് യോസേഫിന്റെ അനുഗ്രഹമാണ്. ആ സഹോദരന്മാർ കൊണ്ടുവന്നത് വെച്ചിട്ടല്ല യോസേഫ് അനുഗ്രഹം പ്രാപിച്ചത്. അവർ വിറ്റുകളഞ്ഞ അതേ വ്യക്തി ജീവിതം തന്നെ അവരുടെ ജീവിതത്തിന്, അവരുടെ തലമുറയ്ക്ക് ഒരനുഗ്രഹമായി തീർന്നതുപോലെ ഇന്ന് രാത്രികാലം ദൈവത്തിലെ കർത്താവിന്റെ വിളി കേട്ടിറങ്ങി കർത്താവ് നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ പലതും നടന്നില്ല എന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഓർക്കണം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരുന്നിച്ച് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിൽ കർത്താവേ, അപ്പാ സ്തോത്രം കർത്താവേ, ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ പൂർത്തീകരണം കാണുവാൻ കഴിയാതെ ദൈവം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചു ഭാരപ്പെടുന്ന ചിലതിനോട് പരിശുദ്ധാത്മ പറയുന്നു, യാക്കോബ് സങ്കടത്തോടു കൂടിയല്ല മരിച്ചത്. തന്റെ തലമുറകളുടെ എല്ലാം നന്മ കണ്ടു. എല്ലാ തലമുറകളുടെയും അന്ന് സന്തോഷം അനുഭവിച്ചതിന് ശേഷമാ തന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണമായത്. രാത്രി ചിലതിന് അതൊരു അടയാളമായിരിക്കും, ചിലർക്ക് അതൊരു അടയാളമായിരിക്കും. ചില രോഗങ്ങളും രോഗലക്ഷണങ്ങൾ ശരീരത്തെ ഭാരപ്പെടുത്തുമ്പോൾ ചില വാഗ്ദത്തങ്ങൾ ഇനിയും നടന്നിട്ടില്ല. ആ ഒരു ഭാരത്തോടു കൂടിയ അതുപോലെ ശരീരത്തെ വീണ്ടും വീണ്ടും രോഗിയാക്കി തീർക്കുന്നുണ്ട്. അങ്ങനെ ഭാരപ്പെടുന്ന ചിലതിനോട് രാത്രി ആത്മാവ് പറയുന്നത്, ഒരു പദ്ധതി ആരംഭിച്ചിട്ട് അത് പകുതി രൂപഭംഗിയില്ലാതെ അവസാനിപ്പിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. അങ്ങനെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് പകച്ചു ചോദിച്ചവർ തന്നെ, നിന്നോട് അസൂയ പൂണ്ടവർ തന്നെ കാണുകെ രാജ്യത്തിൽ രണ്ടാമനാക്കിയതുപോലെ, രാജ്യത്തിൽ രണ്ടാമനാക്കി തീർത്തതുപോലെ ദൈവത്തിലെ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിക്കും. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഭക്തന്മാർ കർത്താവേ, ഈ രാത്രി സമയം അപ്പൊ എല്ലാ ദിവസങ്ങൾക്കും അവർ കൂടി വരുന്ന ഈ മീറ്റിംഗ് വലിയൊരു ഉണർവിനെ കാരണമാക്കി തീർക്കണമേ. ഇതിൽ കൂടി വരുന്ന എല്ലാ കുടുംബാംഗങ്ങളെ പേര് ഏൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന രാജ്യങ്ങളെ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ അഭിഷിക്തന്മാരെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവേ, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസനെ കർത്താവ് നോത്തം കൊടുക്കും ജോസ് പാസിന്റെ കുടുംബത്തെ അങ്ങയുടെ കാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാവരങ്ങൾ കർത്താവ് ദിവസങ്ങൾ ആമേൻ മൂർച്ചയുള്ള ആയുധമായി ആമേൻ ഒരു പുതിയ മെതിവണ്ടിയാക്കി അങ്ങയുടെ ഭക്തരെ കർത്താവേ, രാജ്യങ്ങൾക്ക് അപ്പോസ്തലനായ കർത്താവേ, രാജ്യങ്ങളുടെ ആലോചന കൈമാറേണ്ടതിന് ഒരു പുതിയ അഭിഷേകത്തോടുകൂടി ആമേൻ ദൈവം ഐക്യം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒതുങ്ങിയ കാലഘട്ട കർത്താവേ കഴിഞ്ഞ് പിതാവെ അങ്ങനാൽ അയക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങയുടെ ഭക്തനെ എഴുന്നേൽപ്പിച്ച് ഓടിക്കും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഹാബിന്റെ രഥത്തിന് മുന്നിലായി ഓടിയ അവനെ പോലെ ഇന്ന് രാത്രികാലം ഈ ദിവസങ്ങളിൽ തന്റെ ഭക്തൻ അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഒരു പുതുശക്തിയാൽ നിറയ്ക്കണമേ, പുതു കൃപയാൽ നിറയ്ക്കണമേ. ചിലത് അങ്ങയുടെ ഭക്തന്റെ കരത്തിൽ കൂടി കർത്താവെ ചെയ്തെടുക്കേണ്ടത്, ചിലതിന് കർത്താവ് ഇനിയും അടിസ്ഥാനം ഇടേണ്ടതിന്, ചിലതിന് ഇനിയും കർത്താവ് കൈപിടിച്ചു കൊടുക്കേണ്ടതിന്, ആമേൻ ചിലതിനെ പ്രാർത്ഥിച്ച് യാത്ര അയക്കേണ്ടതിന്, താൻ തന്നെ ചില യാത്രകൾ പോകേണ്ടതിന്, അങ്ങനെ ചില ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ ഭക്തന്റെ മേലങ്ങ് പദ്ധതി വെച്ചിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ചെയ്തല്ല ശുശ്രൂഷകൾക്ക് അപ്പുറമായി പിതാവ് വ്യത്യസ്തമായി ചിലത് ചെയ്യേണ്ടതിന്, ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുമോ എന്ന് ജനം ആശ്ചര്യപ്പെടുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷയിൽ കർത്താവേ ഒരു നിത്യ സംഭവങ്ങളായി മാറട്ടെ. അങ്ങനെയുള്ള കൃപാവര ശുശ്രൂഷ വെളിപ്പെടേണ്ടതിന് ഒരു അത്യന്ത ശക്തിയാലോട് നിറയ്ക്കണമേ. സകല പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അപ്പ ഒതുങ്ങിപ്പോകാതെ തല ഉയർത്തി നിന്നുകൊണ്ട് ദൈവ മഹത്വ കർത്താവെ കാണേണ്ടതിന് ഇന്ന് രാത്രി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, നേതൃത്വം കൊടുക്കുന്ന
സഭയ്ക്കായി സ്തോത്രം. ദൈവമേ, സഭ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസന് കൂടെയുള്ള എല്ലാ കർത്താവേ ശുശ്രൂഷകളോ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടത്, അല്ലെങ്കിൽ ദേശത്തിന് അനുഗ്രഹമായി തീരേണ്ടത്. തന്റെ ദാസൻ ഈ ദേശത്ത് വന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കവണ്ണം ചില കർത്താവെ ആ ദേശത്ത് അങ്ങയുടെ ഭക്തിൽ കൂടി ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ സൂമിലുണ്ടായിരുന്ന എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പേര് വരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ഹൃദയത്തിന്റെ അവസ്ഥകൾ ദൈവമേ അങ്ങ് അറിയുന്നു. എന്തെങ്കിലും വിഷയം ആരെങ്കിലും രോഗികളായി രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരം അപ്പച്ച അവരുടെ തലമേൽ വെച്ച് അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചില രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, അത് നടുവിന്റെ വേദന കർത്താവ് പുകച്ചിലുണ്ടാകുന്ന അനുഭവത്തോടുകൂടി ആയിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ശരീരത്തിന്റെ എല്ലാ തളർച്ചകൾ വേഗത്തിൽ തളർച്ച അനുഭവിക്കുന്നത് പോലെ തളരുന്നത് പോലെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി മാറട്ടെ. ആകാത്ത ക്ഷീണത്താൽ രോഗിയാക്കി ഒതുക്കുന്ന ദുഷ്ടന്റെ വെല്ലുവിളികൾ ഇന്ന് രാത്രി ചിലതിൽ നിന്ന് വിട്ടു മാറേണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവേ, പരിശുദ്ധാത്മാ ശക്തി അപ്പൊ അങ്ങയുടെ അഭിഷിക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി കാലം കഥാവെ അത് അത്യന്തമായിരുന്നു വർദ്ധിക്കുമാറാകണമേ. ദൈവത്തിന് വേണ്ടി കഥാവെ ഇനിയും ശോഭിക്കേണ്ടതിന് ഓരോരുത്തരെ കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. ഓരോ വാഗ്ദത്തങ്ങളും കഥാവെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ അപ്പ അങ്ങയുടെ പ്രവൃത്തിയോട് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, വേഗത്തിൽ കഥാവെ ചില കാര്യങ്ങൾ ദൈവമോട് ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭാരത്തോടെ വിഷമിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരുടെ കഥാവെ സ്തോത്രം. കഥാവെ, വിടുതലിന്റെ ദിവസങ്ങൾ അപ്പൊ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. 2026 കഥാവെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന ചില വിവാഹങ്ങൾ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. കഥാവെ, അങ്ങനെ ചില കഥാവെ സ്തോത്രം വ്യക്തമായ അടയാളങ്ങൾ നിന്റെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ കുഞ്ഞുങ്ങളുടെ മേൽ ചെയ്തെടുക്കുമാറാകണമേ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കഥാവ് ദാസൻ ജോസ്പാസിനോടും കുടുംബത്തോടും എന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ സാക്ഷാരുടെ കുടുംബത്തോടുള്ള വിശേഷം നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവമക്കൾക്ക് എന്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായ ദൈവത്തിന്റെ വചനവും ആലോചനകളും പങ്കുവെച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസ്യമുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങള് എല്ലാവരും അറിയിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് തന്നെ ദാസ്യ ശക്തിയോടെ കരങ്ങളെടുത്ത് വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. സ്തോത്രം. എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും വിശേഷാലുള്ള വന്ദനം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വപ്നം ആമേൻ നൽകിയ ദൈവം ആമേൻ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. പ്രതികൂലങ്ങൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആമേൻ ദൈവം കാണിച്ച സ്വപ്നം തകരത്തില്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തകരത്തില്ല. അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനായി. യോസേപ്പിനോട് കൂടെ കാരാഗ്രഹത്തിൽ എഴുന്നത് പോലെ നമ്മുടെ കഷ്ടതകളിൽ നമ്മോടുകൂടെ ഇരുന്ന് ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. അതുകൊണ്ട് ആരും അധൈര്യപ്പെടാതെ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ അബ്രഹാം പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ പ്രകാരം ഹാല്യ ഈ സൂഹാറ്റ് മുമ്പിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഹാല്യ കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് മറുപടി ഞങ്ങൾ എത്തിയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൂടപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി വ്യക്തിപരമായ കുടുംബമായി തിരുസിലേക്ക് താഴ്ത്തി തരുന്നു. കർത്താവേ, ഹാലലൂയ, ഹാലലൂയ, ഹാല്യ. പ്രത്യേകിച്ച് കർത്താവേ ഹാല്യ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം നിന്റെ മകനെ ഹാല്യ ഹാല്യ നീ കർത്താവെ അഭിഷേകത്താൽ നിറച്ചനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മകനെ കുടുംബമായി വീണ്ടും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മുഖത്ത് അവസ്ഥകളുടെ മുഖത്ത് ഹാല്യ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കൂടപ്പെട്ട ഓരോരുത്തരെയും ഹാല്യ വീണ്ടും തിരുസലിലേക്ക് താഴ്ത്തിത്തരുന്ന കർത്താവെ, നിന്റെ മക്കളുടെ അവസ്ഥകളെ ആവശ്യങ്ങളെ അറിഞ്ഞ് നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളോട് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ കടത്തിക്കൊണ്ടുവന്ന കർത്താവെ, ഞങ്ങളോട് അല്യ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾപ്പിച്ച നിന്റെ മകളെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. നിന്റെ മകളെ കുടുംബാനി അനുഗ്രഹിച്ചാട്ട് കർത്താവെ, ഹാല്യ ഹാല്യ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വപ്നത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, യോസഫിന്റെ സ്വപ്നം ഹാല്യ ഹാല്യ സാക്ഷാത്കരിച്ച ദൈവമേ ഹാല്യ ഈ നാളുകളിൽ ഞങ്ങളുടെ മേലുള്ള സ്വപ്നങ്ങളും അങ്ങ് പൂർത്തീകരിക്കുന്ന ആകയാൽ സ്തോത്രം ചെയ്യുന്നു. ഹാല്യ അങ്ങ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണല്ലോ ഹാല്യ. ആകയാൽ അങ്ങയുടെ തിരുസലിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, കേൾപ്പിച്ച ആലോചനയിൽ ഹാല്യ
ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ പ്രാവർത്തികമാകുവാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ സ്വർഗമേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിറവേറി ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ അത് സാക്ഷ്യമായി പരിണമിക്കുന്നതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി വ്യക്തിപരമായി വീണ്ടും തിരുസലിലേക്ക് താഴ്ത്തുന്നു കർത്താവേ. അവരുടെ ആവശ്യങ്ങൾ മൊത്തം അവസ്ഥകളുടെ മൊത്തം നീ അത്ഭുതം പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് സ്വർഗമേ മറുപടി കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കാൾ വളരെ നല്ലവണ്ണം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകളെ വളരെ നല്ലവണ്ണം അങ്ങ് നല്ലവണ്ണം അറിയുന്നല്ലോ കർത്താവേ. അത്ഭുതം പ്രവർത്തിച്ചാട്ട്, അതിശയം പ്രവർത്തിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവേ നിന്റെ മകളെ നീ ബലപ്പെടുത്തിയല്ലോ. തുടർന്നും കർത്താവേ ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിനായി വീണ്ടും നിന്റെ മകളെ എടുത്ത് ഉപയോഗിക്കണേ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നീ എടുത്ത് ഉപയോഗിക്കണേ പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മുഖത്ത് അവസരം മുഖത്ത് നീ അത്ഭുതം പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനകളെ അങ്ങ് കേട്ടനായ സ്തോത്രം, മറുപടികളെ അങ്ങ് കൽപ്പിച്ചിരിക്കാനും സ്തോത്രം. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മോടുകൂടെ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും വിശേഷാൽ ദൈവവചന വിചര്യമായി സംസാരിച്ച കർത്താവിന്റെ ദാസിയോടും ശുശ്രൂഷയോടും കുടുംബത്തോടും കൂടെ എപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്ക് ആമേൻ ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ക്ഷണിക്കാവുന്നതാണ്. നമ്പർ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നൽകുന്നതായിരിക്കും. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയെ ഓർക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കണം. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. എന്തുകൊണ്ട് വിശേഷം? സുഖം. സ്വത്രം കാണാം. ഓക്കെ. ഗോഡ് ബ്ലസ്.